ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജന പഠനത്തിനായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 45-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഡിസംബർ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ജനുവരി മാസം 2025 നമ്മൾ ഈ ചൊവ്വാഴ്ച കൂടി വന്ന് കർത്തസനയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയം ലോകത്തിൽ അന്ന് വരെയും നടക്കാത്ത ഒരു വിഷയമായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ ചെയ്തത് വലിയൊരു അത്ഭുതമായിരുന്നു. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ ലാസറിൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ മടിയിൽ മീതെയുള്ള പാതാളത്തിലായിരുന്നു. യേശു വിളിച്ചപ്പോൾ ആ ആത്മാവ് കേൾക്കുകയും അതൊരു പൊതു ശ്മശാന ഭൂമിയായിരുന്നു. ആ ഗുഹ മറ്റുള്ളവരെ അടക്കം ചെയ്ത ഒരു കല്ലറയായിരുന്നു ലാസറിൻ്റെ കല്ലറ. സാധാരണ യഹൂദന്മാർ അങ്ങനെ ഗുഹകളിലാണ് പൊതുവായിട്ടുള്ള ശവസ്കാര ശുശ്രൂഷ നടത്തിയതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം സാറയുടെ സംസ്കാരത്തിന് വേണ്ടി വാങ്ങിയ ശവക്കലറുടെ ബന്ധത്തിൽ നമ്മൾ കാണുവാൻ എത്തുന്ന ഒരു ഗുഹ എന്നുള്ള ഒരാളുടെ ശവക്കലറയല്ല, അത് പലരെ അടക്കം ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചപ്പോൾ ബേഥാനിയയിലെ ഈ ലാസറിൻ്റെ ശവക്കല്ലറയിൽ അതൊരു ഗുഹയായിരുന്നു. അവിടെ ഒന്നിലധികം ആൾക്കാരെ അവിടെ അടക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു പ്രത്യേകമായി ലാസറിൻ്റെ പേര് എടുത്ത് വിളിച്ചവനെ അവിടുന്ന് എഴുന്നേൽപ്പാനിടയാത്തതെന്നാണ്. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവ് ചെയ്ത വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. അവിടെ പറയാൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നതായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകട്ടെ. വിശ്വാസ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് അവൻ്റെ വിശ്വാസം അതായിരുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടി. അപ്പോൾ ദൈവത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അബ്രഹാം ഉണ്ടായിരുന്നു. അവനറിയാമായിരുന്നു മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് കർത്താവായ യേശു. അതുപോലെ തന്നെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവനാണ്. അപ്പോൾ അതവൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രൻ ഇസ്ഹാക്കിനെ ദൈവമായി കർത്താവ് പറഞ്ഞപ്പോൾ യാഗമർപ്പിക്കുവാൻ അവൻ തയ്യാറായത്. ഇല്ലാതിരുന്ന ഈ ഇസ്ഹാക്ക് അവൻ്റെ കുടുംബത്തില്ലാതിരുന്നപ്പോൾ ഇല്ലാത്തതിനുള്ളതിനെ പോലെ ഇസ്ഹാക്ക് എന്ന് വിളിച്ച ആ പേരിട്ട ദൈവത്തിന് മരിച്ചാലും ജീവിപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് രാത്രിയിലും വിശ്വാസം ഉണ്ടാകണം. നമ്മൾ എത്രത്തോളം കൊണ്ടുവന്ന കർത്താവ് ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ആയുസ്സിനും നമ്മുടെ തലമുറകൾക്കുമെതിരെ നിരവധി വിഷയങ്ങൾ തലയുയർത്തി വന്നു. ഒരുപാട് കണ്ണുനീർ വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം ശത്രു നമ്മളെ പരാജയപ്പെടുത്താതെ അവിടെയൊക്കെ നമുക്ക് ജയം തന്ന് നമ്മെ ഈ 2025 പ്രാരംഭ മാസത്തിൽ നിർത്തിയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവിൽ വിശ്വസിച്ച അബ്രഹാമിൻ്റെ സന്തതിയായിരുന്നു യഹൂദന്മാർ. എന്നാൽ യഹൂദന്മാർക്ക് അവിടെ പ്രത്യേകമായിരിക്കുന്നൊരു വൈരാഗ്യം, ഒരു മത്സരം യേശു ക്രിസ്തുവിനോടുണ്ടായിരുന്നു. കാരണം യേശു സ്വയമായിട്ട് ദൈവമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ ഉദ്ദേശിച്ചതുപോലുള്ള ഒരു ജീവിത രീതിയല്ല യേശു കാണിച്ചത്. സാധാരണ ഉള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവൻ സാധാരണക്കാരുടെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് പരീക്ഷപക്ഷത്തിലും സദൂക്യപക്ഷത്തിലും അങ്ങനെ മേൽക്കോയ്മയിലുള്ള ഉന്നതന്മാരായിരിക്കുന്ന മതത്തിൻ്റെ ഉന്നതന്മാരായവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവരായിരുന്നു യേശു ക്രിസ്തു. കാരണം യേശു ക്രിസ്തുവിനെ വ്യത്യസ്തതയുള്ളതായിരുന്നു. അവർ ധരിക്കുന്ന പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ അവരിടപെടുന്ന പോലെ ഇടപെടുകയോ അവരെപ്പോലെ വലിയ സ്ഥാനം കാത്ത് മാറ്റിവെക്കുകയോ സാധാരണ ജനങ്ങളിൽ നിന്ന് ഒരു വേർപെട്ട് നിൽക്കുകയോ ചെയ്യാതെ യേശു കർത്താവ് സകല മനുഷ്യരോടും ഒരുമിച്ച് ഇടപെട്ടു പോയപ്പോൾ അവരന്ന് വരെ കണ്ടിരുന്ന വ്യത്യസ്തതയുള്ളതുകൊണ്ട് യേശുവിനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയി. അതാണ് യേശുവിനെ അവർ പലപ്പോഴും അവഗണിച്ച് കളഞ്ഞത് എന്നുള്ളതാണ് ദൈവം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. എന്നാൽ കർത്താവ് ഇവിടെ പരസ്യമായിട്ട് യഹൂദന്മാരുടെ മുമ്പാകെ താൻ ദൈവപുത്രനാണ്, താൻ മശിഹയാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് പരസ്യമായി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ലാസറിൻ്റെ കല്ലറയിൽ 4 ദിവസം കഴിഞ്ഞ് യേശു വന്ന് പരസ്യമായി അവിടെ പ്രാർത്ഥിച്ച് അവനെ പേർ വിളിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവൻ്റെ കെട്ടഴിച്ച് അവനെ സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞപ്പോൾ ഇവർ നോക്കി നിൽക്കുക. 4 ദിവസം മുമ്പ് ശ്വാസം പോയി നിശ്ചലമായി തന്ന കൈകാലുകൾ, കാണുവാൻ കഴിയാത്തത് തിരുമിയടച്ച കണ്ണുകൾ, അങ്ങനെ
നമുക്കറിയാമല്ലോ, ഒരിക്കലും ശ്വസിക്കാതിരിക്കാൻ വേണ്ടി മൂക്കിലൊക്കെ പഞ്ഞി വെച്ച് എല്ലാം തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധിച്ച് അവനെ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം അവനെ ശീലകളൊക്കെ പൊതിഞ്ഞ് കൈകാലുകൾ കെട്ടി ഇവർ കൊണ്ട് വെച്ച് കല്ലും വെച്ച് പോന്നതാ, തീർന്നെന്ന് വിചാരിച്ചതാ. പക്ഷേ ഇപ്പോൾ കെട്ടഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ലാസർ ഓടി നടക്കുന്നു, ലാസർ സംസാരിക്കുന്നു, അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ആശ്ചര്യകരമായി തീർന്നു. 4 ദിവസം മുമ്പ് അവിടെ നിശബ്ദതയായിരുന്നു, 4 ദിവസം മുമ്പ് ഇവിടെ കരച്ചിലായിരുന്നു, 4 ദിവസം മുമ്പ് തീർന്നു പോയതായിരുന്നു, 4 ദിവസം മുമ്പ് അവിടെ ഇല്ലാതായി തീർന്നായിരുന്നു. ലാസർ എന്ന വ്യക്തിത്വം ഭൂമിയിൽ നിന്ന് ഇല്ലാതായി തീർന്നു, അവൻ ഇല്ലാതായി തീർന്നു. എന്നാൽ യേശുക്രിസ്തു സകലത്തെയും വിളിച്ചു വരുത്തുന്നതായതുകൊണ്ട്, അവന്റെ കയ്യിൽ ഒന്നും തീർന്നു പോകാത്തത് കൊണ്ട്, എല്ലാം അവന്റെ കയ്യിലായതുകൊണ്ട്, അവൻ വചനത്താൽ സകലത്തെയും വഹിക്കുന്നതിനായതുകൊണ്ട്, മനുഷ്യൻ മരിച്ചാലും എല്ലാ ആത്മാക്കളുടെയും ഉടയവൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി സകലത്തിന്മേലാക്കും സകലത്തിനും കാരണഭൂതനുമായ യേശു ആ കല്ലറയ്ക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജീവന്റെ വാസന പരക്കുവാൻ ഇടയാത്തീർന്നു, ജീവന്റെ ശക്തി വ്യാപരിപ്പാൻ ഇടയാത്തീർന്നു. അതുവരെയും മരണത്തിന്റെ വാസനയും മരണവും അവിടെ വാണുകൊണ്ടിരുന്നു. ആ കല്ലറ ഒരിക്കലും ഇനി തുറക്കപ്പെടുന്നത് മറ്റൊരു ശവശരീരം ഇടാൻ വേണ്ടിയാണെങ്കിൽ, യേശു കർത്താവ് വന്നവിടെ അത് തുറന്നത് അവിടെ ഒരു ശവം അടക്കാൻ വേണ്ടിയല്ലായിരുന്നു. അവിടെ തൻ്റെ പ്രിയനായവനെ ഇട്ടിരിക്കുന്നവനെ ആ ശവക്കുഴിയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു അവിടെ വ്യാപരിച്ചെങ്കിൽ, ശവക്കുഴിയിൽ പോയവനെ വിളിച്ചു ഉയർത്തി കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്യന്തമായ ശക്തിക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശവക്കുഴിയിൽ നിന്ന് കയറ്റുവാൻ കഴിവുള്ള ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രിയിലും വ്യാപരിക്കുകയാണ്. അതെ, ലാസറിനെ ശവക്കുഴിയിലിട്ടു, അവൻ തീർന്നെന്ന് വിചാരിച്ചു, അവൻ നാറ്റം വെച്ചെന്ന് വിചാരിച്ചു. പക്ഷേ യേശുവിന്റെ ജീവന്റെ വാസന അവിടെ വ്യാപരിച്ചപ്പോൾ, അതാ അവിടെ വ്യാപരിപ്പനിടയത്തുന്നപ്പോൾ ഈ ലാസറിലേക്ക് അത് യേശുവിന്റെ ശബ്ദത്തിന്റെ ആ സന്ദേശം എത്തിയപ്പോൾ അവൻ അവിടെ കിടക്കുവാൻ കഴിഞ്ഞില്ല. ശവക്കുഴിയിൽ നിന്ന് അവന്റെ ആത്മാവ് അബ്രഹാമിന്റെ മടിയിൽ നിന്ന് വേഗത്തിൽ ആ നിർജീവമായ ശരീരത്തിലേക്ക് വരികയും അവൻ ജീവൻ പ്രാപിച്ച് കെട്ടപ്പെട്ടവനായി വെളിയിൽ വന്നെങ്കിൽ, അവൻ അഴിച്ചുവിടപ്പെട്ടപ്പോൾ അവിടെ എല്ലാവരും അതിശയിക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ സംഭവം നടപ്പാനിട. എങ്ങനെയാണോ അവർ ലാസറിനെ മുമ്പ് കണ്ടത്, അതിനേക്കാൾ ആരോഗ്യവാനായി, സന്തോഷമുള്ളവനായി, പ്രത്യാശയുള്ളവനായി എല്ലാവരും തൊട്ടു നോക്കി ലാസറിന് ഉള്ള വ്യത്യാസം എന്താണെന്ന്. ചീഞ്ഞു പോയതല്ലേ, നാറ്റം വെച്ചതല്ലേ, എന്തൊരു സൗരിപ്യമായി ഇപ്പം അവന് ജീവന്റെ വാസന വ്യാപരിച്ചു. യേശുവിന്റെ വചനം വ്യാപരിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയമാണെങ്കിലും അതിന്മേൽ ദൈവത്തിന് സൗരിപ്യം വരുത്തുവാൻ കഴിയും. സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ഏതെല്ലാം മേഖലകളെ ശത്രു ബന്ധിച്ചു വെച്ചിട്ടുണ്ടോ, ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തിയാൽ യേശു ആ വിഷയത്തിന്മേൽ അവന്റെ വാക്കയച്ചു കഴിഞ്ഞാൽ, അവന്റെ വചനം അയച്ചു കഴിഞ്ഞാൽ ആ വിഷയം പരിഹരിക്കപ്പെടും. അവിടെ ജീവന്റെ വാസന വ്യാപരിക്കും. ഇന്ന് രാത്രിയിൽ തലമുറകളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അവരെ അനങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ ബാക്കി വെച്ചിരിക്കുന്ന ബന്ധനങ്ങളുണ്ട്. അതെ, ജീവിതത്തിൽ നമ്മളെ വെച്ചിരിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. നടക്കാതിരിക്കുവാൻ, സഞ്ചരിക്കാതിരിക്കുവാൻ, ദിവസങ്ങളിൽ ശുശ്രൂഷിക്കാതിരിക്കുവാൻ, അങ്ങനെ വിവിധമായ വിഷയങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയപ്പെടുന്നത് യേശുവിന്റെ വചനത്തിലാ. യേശു ഒരു വാക്ക് വിളിച്ചു കഴിഞ്ഞാൽ വെളിയിൽ വരാത്തൊരു കാര്യമില്ല. അതുകൊണ്ട് രാത്രിയിലും നമ്മുടെ പേര് യേശു എടുത്തു പറയട്ടെ, നമ്മുടെ തലമുറകളുടെ പേര് പറയട്ടെ. ആരെല്ലാം ദിവസത്തിൽ ബന്ധനത്തിലായിരിക്കുന്നു അവരുടെ പേര് ഈ രാത്രിയിൽ യേശു വിളിക്കുന്ന ദിവസമാക്കി തീർക്കുവാൻ ഈ രാത്രിയിലെ ശുശ്രൂഷ മുഖാന്തരം ഇടയാകട്ടെന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുക. അപ്പോൾ ക്രിസ്തു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, യേശു വിളിച്ചാൽ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. യേശു വിളിച്ചു കഴിഞ്ഞാൽ വെളിവരാതിരിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയാണെങ്കിൽ സകലത്തിന്മേൽ അധികാരമുള്ള കർത്താവ് നമ്മെ പേർ ചൊല്ലി വിളിച്ചതാണെങ്കിൽ, മരണമേ നിനക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല, അന്ധകാരമേ നിനക്ക് ഞങ്ങളെ പൂട്ടിവെക്കാൻ കഴിയും. ഞങ്ങളുടെ ദൈവം അറിയാതെ ഞങ്ങളുടെ തലയിൽ നിന്ന് ഒരു മുടി താഴെ വീഴുകയില്ല. ലാസറിന്റെ മുടിക്ക് പോലും ഒരു കുഴപ്പം വരാതെ അവൻ വെളിയിൽ വന്നു. അങ്ങനെ അതിശയകരമായ രീതിയിൽ ദൈവം പ്രവർത്തിച്ചു. പഴയ നിയമത്തിൽ ശദ്രക്ക്, മേശക് എന്നൊക്കെ അവര് തീച്ചുളയിൽ നിന്ന് വെളിയിൽ വന്നു. അന്നുള്ളവർ അതിശയിച്ചു പോയി. സിംഹക്കുഴിയിൽ വീണ ദാനിയേൽ ഒരു കേടും കൂടാതെ അവൻ വെളിയൊരുപാടെ തന്നാൽ, ഇവിടെ മരണത്തിന്റെ പിടിയിലായി തീർന്ന മരിച്ചുപോയ ലാസർ മരണത്തിന്റെ ആ
പാശങ്ങളെ യേശു അഴിച്ച് പുതിയ നിയമത്തിൽ വെളിയിൽ കൊണ്ടുവരുവാൻ ഇടയാത്തുന്നു. സുവിശേഷം അത് ജീവന്റെ സന്ദേശമാണ്. അത് മരണത്തിന്മേലുള്ള ജയത്തിന്റെ സന്ദേശമാണെന്ന്, അവൻ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് യേശു പരസ്യമായി യഹൂദന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഇടയാത്തുന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്ന ആൾക്കാരെല്ലാം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരത്ഭുത സ്തംഭരായി മാറുവാടേത്തുന്നു. അതാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തുടർന്ന് ഭാഗം 45 മുതൽ മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ട് അവനിൽ വിശ്വസിച്ചു. ഇവിടെ മറിയയുടെ അടുക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വചനം എടുക്കുമ്പോൾ മറിയ മാർത്തയുടെ അടുക്ക് വന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയല്ല എൻ്റെ അർത്ഥം. അപ്പൊ അത് റിപ്പീറ്റേഷൻ വരത്തില്ല. അതുകൊണ്ടാണ് മറിയയുടെ അടുക്കൽ, അതൊരിക്കലും മറിയയുടെ അടുക്കല വന്നത് എന്നുള്ള രീതിച്ചത്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാർത്തയും മറിയ ആശ്വസിപ്പിക്കാനാണ് വന്നത്. ചിലപ്പോൾ ഒരു വചനം എടുത്തുകൊണ്ട് ആ വചനത്തെ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ച് പറയും. ഇവിടെ മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ, അപ്പം അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ഇപ്പൊ എല്ലായിടത്തും മാർത്ത മറിയ ഭയങ്കര സ്നാനം അങ്ങനെ തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം, യേശു പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം, അത് എല്ലായിടത്തും റിപ്പീറ്റ് ആവർത്തിച്ച് അങ്ങനെ എഴുതി വെക്കാൻ പറ്റത്തില്ല. കാരണം അത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പുസ്തകം വലുതായി. അതുകൊണ്ടാണ് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലായി. ഇപ്പൊ മറിയ ഇവിടെ വീട്ടിൽ വന്ന എന്ന് പറഞ്ഞ അർത്ഥം ഇന്നലെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തത് മറിയയുടെ വീട്ടിലാണ് വന്നത്. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരായിരുന്നു. മാർത്തയുടെ അടുക്കൽ വന്നില്ല. മാർത്ത അങ്ങനെയാണെങ്കിൽ മാർത്തയെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ നമുക്ക് പ്രശ്നത്തെ നമ്മൾ മാറ്റിയത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ട് അവനിൽ വിശ്വസിച്ചു. അവർക്ക് അതുവരെയും അവിശ്വാസമായിരുന്നു. ഇവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞല്ലോ, കണ്ണ് തുറപ്പിക്കാൻ കഴിഞ്ഞല്ലോ, എന്നാൽ മരിക്കാതിരിക്കാൻ അവനെ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള രീതി. കാരണം യേശു കരയും കൂടി ചെയ്തപ്പോൾ വിചാരിച്ചു യേശു നിസ്സഹായനാണെന്ന്. പലരും വിചാരിക്കുന്നത് യേശു ഇപ്പൊ നോക്കിക്കേ, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ യേശു അവിടെ കരയും, അവരോട് കരഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വരുന്നവൻ അവൻ അവരോട് കൂടെ അങ്ങായി തീർന്നു. അവിടെ കരഞ്ഞപ്പോൾ അവനും കരഞ്ഞു. അവൻ ദൈവമാ. ഇവർ വിചാരിച്ചു ഇവന് ഇനി കഴിയത്തില്ല. കണ്ടില്ല കരയുന്നത്, നമ്മളെ പോലെ ഇവനും കരയുക. രാത്രി അങ്ങനെയാ വിചാരിക്കുന്നത്. യേശു പരാജയമാണെന്നാണ് വിചാരിച്ചത്. ഇവനും ഇത്രയേ ഉള്ളൂ. നമ്മൾ ലാസറിനെ ഓർത്ത് കരഞ്ഞതുപോലെ ഇവനിപ്പോൾ ലാസറിനെ ഓർത്ത് കരയുക അല്ലേ? അങ്ങനെയാ ലോകം വിചാരിക്കുന്നത്. യേശു കാൽവറിയെ നിലവിളിച്ച് മരിച്ചപ്പോൾ ലോകം വിചാരിച്ചു ഇവനും തീർന്നു, അവൻ കരഞ്ഞ് സാധാരണ മനുഷ്യൻ മരിക്കുന്ന പോലെ തീർന്നു എന്നാ വിചാരിച്ചത്. പക്ഷേ യേശു കരയുന്നത് പരാജയത്തിന്റെ കരച്ചിലല്ല, നിസ്സഹായാവസ്ഥയുടെ കരച്ചിലല്ല, അവൻ സ്നേഹത്തിന്റെ കരച്ചില. നമ്മുടെ വിഷയങ്ങളെ കണ്ടുകൊണ്ട് അവൻ നമ്മളോട് സഹതാപം കാണിച്ചുള്ള കരച്ചിലാണ് യേശു കരയുന്നത്. യേശു നിസ്സഹനായിട്ടല്ല കരയുന്നത്. യേശുവിന് കഴിയാൻ വയ്യാത്ത രീതിയിലല്ല കരഞ്ഞത്. അവൻ നമ്മെപ്പോലെ അവൻ നമ്മുടെ അവസ്ഥകളെ കണ്ടുകൊണ്ടാണ് യേശു കണ്ണുനീർ വാർത്തത്. ഈ രാത്രി സന്ദർശികൾക്ക് ഒരുപക്ഷെ യഹൂദന്മാർ വിചാരിച്ചു ഇവൻ നിസ്സഹായനാ, ഇവനും മരണത്തിന് മുമ്പിൽ ഇവന് ഒരാള് മരിച്ചു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോലെ കരയാനേ കഴിയത്തുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നപ്പോൾ അതിന് മാറ്റം വരുത്തി. അവരുടെ എല്ലാ ചിന്തകൾക്കും മാറ്റം വരുത്തി. അവിടെ ഉണ്ടായിരുന്ന സകലരുടെ ചിന്തകൾക്കും മാറ്റം വരുത്തി യേശു എന്ത് ചെയ്തു? അവിടെ അവനെ വെളിയിൽ കൊണ്ടുവരുവാൻ ഇടയെത്തുന്നപ്പോൾ യേശു കരഞ്ഞത് നിസ്സഹായത്തിന്റെ കരച്ചിലായിരുന്നില്ല, പരാജയത്തിന്റെ കരച്ചിലായിരുന്നില്ല. അവൻ ബലഹീനായതുകൊണ്ട് കരഞ്ഞതല്ല, അവൻ നമ്മെ പോലെ ആയതുകൊണ്ട് കരഞ്ഞതാ. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലവും അനുഭവിച്ചവനാണ് യേശു. അവന് നമ്മുടെ വേദന അറിയാം, അവന് നമ്മുടെ ഭാരമറിയാം, അവന് നമ്മുടെ എല്ലാ ആന്തരികമായിരിക്കുന്ന ഭാരവും വേദനയും രോഗവും ദുഃഖവും വിശപ്പും ദാഹവും എല്ലാം അറിയാവുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ കരയുവാൻ ഇടയാത്തുന്നത്. എന്നാൽ സാക്ഷാൽ ദൈവത്തായിരിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ ജയിച്ചിരിക്കുന്നവനായിരുന്നു. അവൻ പുനരുത്ഥാനമാകുന്നു, ജീവനാകുന്നെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ആശ്ചര്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. പലരും, എല്ലാവരും വിശ്വസിച്ചില്ല. ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ എല്ലാവരും നമ്മളെ പുകഴ്ത്തുമെന്നോ എല്ലാവരും വിശ്വസിക്കുമെന്നോ എല്ലാവരും വരുമെന്നൊന്നും വിചാരിക്കരുത്. അതിൻ്റെ അകത്തും എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് പിന്നെയും കുറവുകൾ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ കഠിനമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. വിശ്വസിച്ചെന്ന് പറഞ്ഞത്. എന്നാൽ ചിലർ പരീശന്മാർ അടുക്കൽ ചെന്ന് യേശു ചെയ്ത് അവരോട് അറിയിച്ചു. അപ്പോൾ ഈ പരീശന്മാരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർക്ക് എത്ര അത്ഭുതം കണ്ടാലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവർ പരീക്ഷപക്ഷത്തുള്ളവർ എന്ന് പറഞ്ഞാൽ യേശുവിന് വിരുദ്ധ ശൈലിയിലുള്ളവരാ, യേശുവിനെ കല്ലെറിയാൻ വേണ്ടി നടന്നവർ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് അവിടെ വരുന്ന സമയത്ത്
യേശുവിനെതിരായിട്ടുള്ളവരുണ്ടായിരുന്നു, യേശുവിനെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു. എന്തെല്ലാം വന്നാലും യേശുവിനെതിരെ ഒരു വാക്ക് പോലും പറയാത്ത മാർത്തയും മറിയയും യേശുവിന്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ യൂദയുടെ കാര്യം അല്ല പറയുന്നത്. അപ്പോൾ അവിടെ ഇനി യൂദയിൽ സാത്താൻ കിടക്കുന്നവരെ അവനും യേശുവിനോടൊപ്പം വന്നിരുന്നത്, അല്ലെങ്കിൽ അവനും ഇൻഡക്ഷന്മാരെ ഞാനത് ഇന്നലെ പറഞ്ഞല്ലോ. അപ്പം 3 കൂട്ടരെ പറഞ്ഞ ഒരു വാക്ക് പോലും എതിരെ പറയാതെ നിൽക്കുന്ന മാർത്തയും മറിയയും യേശുവിന്റെ ശിഷ്യന്റെ ഗണത്തിൽപ്പെട്ടവരും. മറ്റൊരു കൂട്ടര് യഹൂദന്മാരാ, അവര് 2 പക്ഷത്തുള്ളവരാ. അവര് യേശു കരയുന്ന കണ്ടപ്പോൾ ഇവൻ സ്നേഹമുള്ളവനാ എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കൂട്ടർ പറഞ്ഞു, അവനെ എന്ത് ചെയ്യും, ധിക്കരിച്ച് പറഞ്ഞു, ഇവന് കരയാനേ പറ്റത്തുള്ളൂ, ഉയർപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞത്. ഇങ്ങനെ 3 തരത്തിലുള്ള ആൾക്കാരുടെ മധ്യത്തിലാണ് യേശു പ്രവർത്തിച്ചത്. അതിൽ ഇത് കണ്ട് വിശ്വസിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, അവൻ ലാസർ മരിച്ചത് നന്നായി, നിങ്ങളുടെ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്ന് യേശുവോട് പറഞ്ഞിരുന്നു. കാരണം യേശു അവരോട് പറഞ്ഞിരുന്നു, പുനരുത്ഥാനത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും മടങ്ങിവരവിനെക്കുറിച്ചും ദൈവത്തിന്റെ ശബ്ദത്തെങ്കിൽ സകല മനുഷ്യരും വെളിയിൽ വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പ്രായോഗികമായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത്, യേശുവിന്റെ വാക്കിൽ മരിച്ചുപോയ ഒരുവൻ വെളിയിൽ വരുമെന്ന്, മരിച്ചുപോയി 4 ദിവസം കഴിഞ്ഞ് കല്ലറയുള്ളവനെ വിളിച്ചാൽ തിരിച്ചു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയുമെന്നുള്ളത് ശിഷ്യന്മാരുടെ മുമ്പായി കാണിച്ചു കൊടുത്ത്, തെളിയിച്ചു കൊടുത്ത്, അവർക്കത് ദൃഷ്ടാന്തമാക്കി കാണിച്ചു കൊടുത്ത്, യേശു പറഞ്ഞതൊക്കെയും അവൻ പറയുകയും ചെയ്യുകയും ചെയ്തവനാണ്. അവൻ പറയുക മാത്രമല്ല, അത് അവന്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ശിഷ്യന്മാർ വിശ്വസിപ്പാരുടെ എത്തുന്നു. എന്നാൽ മറ്റൊരു കൂട്ടര്, ചിലര് പരീശന്മാരുടെ അടുക്കൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? അവര് അന്നേരം തന്നെ നേരെ വെച്ചു പിടിപ്പിച്ചത് പരീശന്മാരുടെ അടുക്കലേക്കാ. അവർ ചെന്ന് പറഞ്ഞ മറ്റൊന്നുമല്ല. എന്താ പറഞ്ഞറിയാമോ? അവര് പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഏത് ശുശ്രൂഷ ചെയ്താലും ഏത് കാര്യം ചെയ്താലും ഈ സമൃദ്ധമായിരിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകും. ചിലര് എന്ത് വന്നാലും അറിയാവുന്നവർ അവർക്കെതിരെ നിൽക്കത്തില്ല, അവനെതിരെ നിൽക്കത്തില്ല, ഇപ്പോഴും കൂടെ നിൽക്കും. എന്നാൽ മറ്റൊരു കൂട്ടര് മതിലുമേ ഇരിക്കുന്ന പോലെ എവിടെ വേണേലും മാറാവുന്ന രീതിയിലുള്ളവരാണ്. മറ്റൊരു കൂട്ടര് പൂർണ്ണമായിട്ടും ഹൃദയകാഠിന്യം കൊണ്ടവർ. അവർ ഒരിക്കലും എത്ര ചെയ്താലും എന്തെല്ലാം ചെയ്താലും വിശ്വസിക്കാത്തവരാണ്. ആ ഒരു രീതിയാണ് നമുക്കിവിടെ ഈ 3 രീതിയിലുള്ള കൂട്ടരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചെടുക്കുന്ന ഈ വചനത്തിലൂടെ. ഇവര് ചെന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, വലിയൊരു കാര്യം ഞങ്ങൾ കണ്ടുകൊണ്ടു. നമ്മൾ കൊല്ലാൻ ആഗ്രഹിക്കുന്ന, കല്ലെറിയാൻ പ്ലാൻ ചെയ്ത ഈ ചതിയനായിരിക്കുന്ന യേശു വലിയ ഒരു പ്രവൃത്തി അവിടെ ചെയ്തു കൂട്ടും. ഞങ്ങൾ കണ്ടതാ. അത് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഞങ്ങൾ ഓടി വന്ന അതിന് വേണ്ടിയാ എന്ന് പറഞ്ഞ അവർ ഓടിപ്പോയിട്ട് അവര് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി. അവര് ഇത് കേട്ടപ്പോൾ തന്നെ അവര് ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവർ, നമുക്കറിയാമല്ലോ, അവര് അന്നേരം തന്നെ ആൾക്കാരെ അറിയിച്ചു. ഇപ്പം തന്നെ ഒരു പ്രത്യേക സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അവര് പ്രത്യേകം കൂട്ടി. അന്നേരം ഈ സംഘം കൂടണമെന്നുണ്ടെങ്കിലൊക്കെ നേരത്തെ അറിയിക്കണം. അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാൽ ഈ സാധാരണ രീതിയിലുള്ള ഒരു കൂടിവരന് മുമ്പായി എമർജൻസി ആയിട്ടുള്ള അടിയന്തരമായിരിക്കുന്ന യോഗം വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി അവര് പറഞ്ഞു, നാം എന്ത് ചെയ്യേണ്ടു, എന്താ ചെയ്യേണ്ടത്? നമ്മൾ മോശയ്ക്ക് പ്രമാണത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചിട്ടവട്ടങ്ങളൊക്കെ പരമ്പരാഗതമായ രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്പൊ നാം എന്താ ചെയ്യേണ്ടത്? ഇതിനെല്ലാം കാരണക്കാരൻ ഈ നസറേനായിരിക്കുന്ന യേശുവാണ്. അതുകൊണ്ട് അവൻ ഇനിയും ഇങ്ങനെ പോയാൽ, അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകുമെന്ന് അവർ തീരുമാനമെടുത്തു. അവരതാണ് ചിന്തിച്ചത്, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ, അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. പറയുക, ഒന്നൊന്നായി ഓരോ പ്രവൃത്തി ചെയ്യും തോറും യേശുവിനെ എതിർക്കുന്നവർ പോലും വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു കൂട്ടര് എതിർത്ത് മാറിപ്പോയവരുണ്ട്, വിട്ടുപോയവരുണ്ട്. പക്ഷേ യേശുവിന്റെ പ്രവൃത്തി കാണും തോറും ഈ എതിർപ്പ് കുറഞ്ഞ് അത് ചുരുങ്ങി വരുന്നതായിട്ട് ഈ പരീക്ഷ മഹാപുരുഷ സംഘത്തിന് മനസ്സിലായി. അവർക്ക് മനസ്സിലായി, നമ്മളിനി എത്ര പറഞ്ഞാലും യേശു ചതിരാന്ന് പറഞ്ഞാലും ഇനി ജനം സമ്മതിക്കത്തില്ല. കാരണം അവിടെ കൺമുമ്പിൽ വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിറവിലെ കൂടായിരിക്കുന്നവനെ കാഴ്ച കൊടുത്തു, അത് വലിയൊരു അത്ഭുതമാണ്. നമുക്ക് അതിനെ എതിർക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ കൺമുമ്പിൽ എല്ലാവരും പറഞ്ഞ സംഭവമായി വിവരിച്ചിരിക്കുന്ന, അതിനെ സാക്ഷ്യം നിൽക്കുകയും, അത് മാത്രമല്ല ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു അത്ഭുതം യേശു ചെയ്തിരിക്കുക. മരിച്ചുപോയി എന്ന് നമ്മൾ അറിഞ്ഞത്, ന്യൂസൊക്കെ കിട്ടിയതാ. ലാസർ ബെഥാനിയിലെ ലാസർ മരിച്ചവന് ശവടക്കി എന്നുള്ളതൊക്കെ അറിഞ്ഞതാ. എന്നാൽ ഇപ്പോഴാണ്ട്
ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിന് പിമ്പിൽ പ്രവർത്തിച്ചത് യേശു ആകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും ഇവനെതിരധികമായി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പോലും അവനെ വിശ്വസിക്കുമെന്നൊരു ചിന്ത ഇവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു യേശു അവിടെ രാജാവാകാൻ സാധ്യതയുണ്ട്, ജനത്തിന്റെ ലീഡറാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ യഹൂദന്മാരുടെ രാജാവായി തീരുവാൻ ജനമെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്തപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രവർത്തിപ്പാൻ തുടങ്ങിയത്. കാരണം അവർക്ക് മനസ്സിലായി അല്ലാതെ യേശു സൗഖ്യമാക്കുന്നത് കൊണ്ടോ രോഗികൾ സൗഖ്യമാകുന്നത് കൊണ്ടോ ഒന്നും അവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ജനങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട്, അവൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ട്, അവൻ്റെ സ്വാധീനത വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഇരിപ്പറയ്ക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. സുവിശേഷത്തിന്റെ സ്വാധീനത കാണുമ്പോൾ അസൂയ പൂണ്ട് വിരളി പൂണ്ടുന്ന ആൾക്കാർ എഴുന്നേൽക്കും. ഇവരെ എന്ത് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, സുവിശേഷത്തിന്റെ സ്വാധീനത അത് ജീവന്റെ ശക്തിയാ. അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. യേശുവിനെ തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തെങ്കിലും അതെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു എന്നാണ് തുടർന്ന് കാണുന്നത്. അപ്പൊ ഇവര് അസൂയ പൂണ്ടു. ഇവർ വിചാരിച്ച് ഇനി ഇങ്ങനെ വിട്ടയച്ചാൽ ഇനി അധികം താമസിയാതെ മുമ്പായി ഇപ്പോൾ റോമൻ ഗവൺമെന്റ് നമുക്ക് കിട്ടുന്ന ഒരു പരിഗണനയൊക്കെ ഉണ്ട്. നമ്മുടെ ദേവാലയത്തിന് കുഴപ്പമൊന്നുമില്ല, ഏഷ്യൻ ദേവാലയത്തിന് കുഴപ്പമൊന്നുമില്ല, പരമ്പരാഗത രീതിയിലുള്ള ഒരു കുഴപ്പമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഈ പ്രശ്നമുണ്ടാക്കുന്ന, തലവേദന ഉണ്ടാക്കുന്ന യേശുവാണ് വിഷയം. യേശു മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടും, പണ്ടത്തെ പോലെ നമുക്ക് ജീവിക്കാം എന്ന ഒരു തീരുമാനമെടുക്കുകയാണ്. നമ്മൾ കാര്യം മനസ്സിലായല്ലോ. 3.5 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് യേശു ചെയ്തത് മുഖാന്തരമായി ഇവർ വിചാരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ രാജാവാകാൻ ഉള്ള നേതാവായി തീരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നേതാവാകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ പട്ടാളമോ ആർമിയോ ഒന്നും സജ്ജമല്ല, ഒന്നുമില്ല. ഇവൻ രാജാവായി കഴിഞ്ഞാൽ ഇവന് ആയുധമില്ല, ഇവന് സൈന്യമില്ല, ഇവൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? എന്നാൽ ഇത് ഒരു സംഘടിതമായിരിക്കുന്ന യഹൂദന്മാരുടെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞാൽ സായുധ ബലമുള്ള റോമാക്കാർ വെറുതെ ഇരിക്കുകയില്ല. അവരെന്ത് ചെയ്യും? അവര് വേഗത്തിൽ തന്നെ അവിടെ സൈന്യത്തെ അയക്കും. അവര് ദേശം പിടിച്ചെടുക്കും, യെരൂശലേം ദേവാലയം കൈക്കലാക്കും. നമ്മുടെ സ്ഥാനം പോകും, നമ്മൾ അടിമപ്പെടുവാൻ ഇടയാത്തരും. അതുകൊണ്ട് വിജയിക്കാത്ത ഒരു ദൗത്യമാണ് യേശു മുഖാന്തരം നടക്കാൻ പോകുന്നത്. അത് ഒരിക്കലും ഭൂഷണമാകിയില്ല എന്നാണ് അന്നത്തെ പ്രമാണിമാരായിരിക്കുന്ന മതപുരോഹിതന്മാരും ഈ പരീക്ഷന്മാരും ചിന്തിച്ച് മനസ്സിലായി. അവർ ചിന്തിച്ചത് അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരി തന്നെ അവർ ചിന്തിച്ചത്. യേശുവിനെ ലീഡറാക്കി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് യുദ്ധം വന്നു കഴിഞ്ഞാൽ യേശുവിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് യുദ്ധം ചെയ്ത് റോമക്കാരെ ജയിക്കാൻ കഴിയുക. റോമൻ ഇരുമ്പ് ബലമുള്ള റോമൻ ആധിപത്യത്തെ ഉരുക്കുമിശയെ അവരെ പരാജയപ്പെടുത്തി ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരാനുള്ള കഴിവില്ല എന്നുള്ളത് ഈ അന്നത്തെ അവർക്കത് മനസ്സായതുകൊണ്ടാണ് വിചാരിച്ചത് ഏത് വിധേനയും യെരൂശലേം ദേവാലയം സംരക്ഷിക്കപ്പെടണം. യഹൂദജനം ഒരിക്കലും ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായി പരാജയപ്പെട്ടൊരു മണ്ടത്തരത്തിലേക്ക് പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവർ ബുദ്ധി ആലോചിച്ചത്. അല്ല, വെറുതെ ആലോചിച്ചതല്ല, അവർ നന്നായി ചിന്തിച്ചു ആലോചിച്ചു. ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ആലോചിച്ച് നോക്ക്, ഒന്നിനു പുറകെ ഒന്നായി ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും യേശുവിന്റെ വിശ്വാസം വർദ്ധിക്കുന്നതുകൊണ്ട് അവൻ ഒരു ലീഡറായി നേതൃത്വ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞ് ജനത്തെ ഒന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റോമൻ ആധിപത്യം നമുക്കെതിരെ യുദ്ധം ഇരുമ്പ് പോലെ ബലമുള്ള റോമൻ സാമ്രാജ്യത്വം നമുക്കെതിരെ യുദ്ധം ചെയ്താൽ പരാജയപ്പെട്ടു പോകും, എല്ലാം തീർന്നു പോകും. അതുകൊണ്ട് ഇവനെ തകർത്താൽ ഇന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെടാമെന്നാണ് അവർ ആലോചിച്ചത്. അതാണ് തുടർന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ കൂടി വന്നു, റോമാക്കാർ ജനത്തെ എടുത്തു കളയുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവ് തന്നെ, അവരോട് നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതൻ ആകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നുവെന്ന് പ്രവചിച്ചത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതും തന്നെ. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതൊരു അന്വേഷിക്കുകയായിരുന്നു. നമുക്ക് പല സ്ഥലങ്ങളിലും ഈ അദ്ദേഹത്തിന് 8-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ അന്വേഷിക്കുക യേശുവിനെ കൊല്ലാൻ വേണ്ടി. പക്ഷെ ഇവിടെ ആലോചിച്ച് തീരുമാനമെടുത്തു. ലാസർ വെളിയിൽ വന്നപ്പോൾ, അവൻ കെട്ടഴിയപ്പെട്ടവനായി നടന്നു കഴിഞ്ഞപ്പോൾ, മരണത്തിന്റെ പാശങ്ങളെ യേശു അഴിച്ചപ്പോൾ,
ഇവർ പ്ലാൻ ചെയ്തു, ഈ സാത്താൻ പ്ലാൻ ചെയ്തു, ഇവൻ ഇങ്ങനെ പോകാൻ പാടില്ല, അതുകൊണ്ട് അവൻ ബന്ധിക്കപ്പെടണം, അവനെ മരിക്കണം, അവനെ കൊല്ലണം എന്നുള്ള ചിന്ത ഇവിടെ വരുവാനെത്തുന്നു. പക്ഷേ ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, സാത്താൻ യേശുവിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിന്റെ പദ്ധതിയുമായിരുന്നു. അതുകൊണ്ടാണ് മഹാപുരോഹിതനായിരിക്കുന്ന കയ്യാഫാവ് അങ്ങനെ പ്രവചിച്ചത്. അതിന്റെ 19-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലും അതേക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ പ്രവചിച്ചാണെന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. 19-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരമാ പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവത്തിനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു. പറയുക, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, ആ ന്യായപ്രമാണ പ്രകാരം ഇവൻ ആരാണ്? ഇവൻ മരിക്കേണ്ടതാകുന്നു. തെറ്റ് ചെയ്തിട്ടല്ല യേശു മരിക്കുന്നത്. ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരുന്നത് കുഞ്ഞാട് മരിക്കണം, അല്ലെങ്കിൽ അവൻ യാഗമായി തീരണം, മനുഷ്യപാപത്തിന് വേണ്ടി പരിഹാരമാറ്റണമെന്ന് ഈ ന്യായപ്രമാണത്തിന്റെ തികവിലേക്ക്, ന്യായപ്രമാണം തികയ്ക്കാൻ വേണ്ടി വന്ന യേശു ആടുകളുടെയും കാളകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തിനെ മോചിപ്പാൻ കഴിയുകയില്ലാതെ ന്യായപ്രമാണം എഴുതി വെച്ചെന്നാൽ ഒരുവന്റെ രക്തം കൊണ്ട്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് പാപങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുമെന്നുള്ള ആ പ്രമാണമനുസരിച്ച്, ന്യായപ്രമാണമനുസരിച്ച് യേശു മരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിന്റെ ഹിതം നിറവേറപ്പെടുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടത്. കർത്താവ് യേശുക്രിസ്തു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തൻ്റെ ആ രീതിയിലുള്ള തുടർന്നുള്ള ജീവിതത്തിലേക്ക് അവൻ പ്രവേശിച്ചത്. എന്നാൽ അന്നേരം സമയമായിരുന്നില്ല. ഇവിടെ ഈ പാരഗ്രാഫ് ഞാൻ വായിച്ചത് നിങ്ങൾക്കത് മനസ്സിലായി വിചാരിക്കുന്നു. കൊള്ളാം. ഈ പ്രവാചകനായ ഈ കയ്യാഫാവ് അവൻ പ്രവചിച്ചു പറഞ്ഞു, ഒരു മനുഷ്യൻ തലവേദനക്കാരന, അവൻ മുഖാന്തരമായിട്ടെല്ലാം തീരാൻ പോകുക, അതുകൊണ്ട് നമുക്കിവനെ എന്ത് ചെയ്യണം? ഇവനെ ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരും, അതുകൊണ്ട് ജാതിക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇവർ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. AD 70 നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ പറയുന്ന ദേശവും രാജ്യവും എല്ലാം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. യേശു വന്നത് കൊണ്ട്, യേശു ശുശ്രൂഷിച്ചത് കൊണ്ട്, യേശു രാജാവായി അവൻ മാറിയത് കൊണ്ടല്ല അവിടെ അവരെ നശിപ്പിച്ച് കളഞ്ഞത്. അത് ദൈവത്തിന്റെ കാര്യമായിരുന്നു. അതിനും ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ. ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഒരു ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കും നല്ലതാണ്. അത് മാത്രമല്ല, ചെതറിപ്പോയിരിക്കുന്ന ദൈവമക്കൾ ഒന്നായിട്ട്, ഇപ്പം ചെതറിപ്പോയിരിക്കുന്ന അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുള്ളത് കൊണ്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന എഫെസ്യർ 2-ാം അധ്യായം 14-ാം വാക്യം കൂടിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ദൈവമക്കളാകുന്നവർ ഒന്നായിട്ട് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. പറഞ്ഞാൽ ജനത്തിന് വേണ്ടി, സഹായത്തിന് വേണ്ടി മാത്രമല്ല, ദൈവമക്കളാകുന്ന യേശുക്രിസ്തു കഥാ പറഞ്ഞു, അവൻ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. അപ്പോൾ ദൈവമക്കളാകുവാൻ അവകാശവും അധികാരവും എന്നുള്ളത് യഹൂദനും മാത്രമല്ല, അവനെ യേശുവിനെ കൈക്കൊള്ളുന്ന ഏത് ജാതിയിൽപ്പെട്ടവർക്കും ദൈവമക്കളായി തീരുവാൻ സാധിക്കും. അതുകൊണ്ട് യേശു മരിച്ചതിന് ശേഷമേ കാൽവറിയിൽ വെച്ച് ഈ ഭിന്നിപ്പ് മാറുകയുള്ളൂ. അതുകൊണ്ട് പറയുന്നത്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിനെ ഒടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നെ ഒരു പുതുമനുഷ്യനായി സൃഷ്ടിപ്പാൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് മനുഷ്യനെ വേർതിരിച്ച് മാറ്റി നിർത്തുമായിരുന്നു. ന്യായപ്രമാണം അനുസരിച്ച് അത് ജനനക്രമത്തിലൂടെ വരുന്ന ഒരു പ്രക്രിയയായിരുന്നു. അബ്രഹാമിന്റെ സന്ധിയിൽപ്പെടുന്ന ജനനത്തിലൂടെ വരുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ന്യായപ്രമാണത്തിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്. ന്യായപ്രമാണം അനുസരിച്ച് ലേവ്യ പൗരോഹിത്യപ്പെടാത്ത ഒരൊറ്റ ആൾക്ക് പോലും ദൈവത്തിന്റെ ആലയത്തിൽ സൂക്ഷിക്കുവാൻ പറ്റത്തില്ല. ആ ഗോത്രത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ പ്രമാണം എഴുതി വെച്ചിരിക്കുക. അത് ശത്രുത്വമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ന്യായപ്രമാണ ശത്രുത്വം പലർക്കും അറിയത്തില്ല. പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ പ്രമാണമനുസരിച്ച്, ന്യായപ്രമാണത്തിന്റെ പ്രമാണമനുസരിച്ചാണെങ്കിൽ ലേവ്യ ഗോത്രക്കാരല്ലാത്ത ആർക്കും തന്നെ പൗരോഹിത്യ സൂക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അത് മാറ്റിയപ്പോൾ നോക്കാൻ സാധിക്കുന്നത്, നമ്മെ ദൈവം രാജകീയ പുരോഹിത വർഗമാക്കി. അതിനകത്ത് സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ആ ശത്രുത്വ ദൈവം, ന്യായപ്രമാണം അനുസരിച്ചാണെങ്കിൽ സ്ത്രീകൾക്കോ അതുപോലെ ജാതികൾക്കായിട്ടുള്ളവർക്കോ ഒന്നും ദൈവത്തെ യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല.
അത് അത് ന്യായപ്രമാണം അവർക്ക് വേണ്ടി മാത്രം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ശത്രുത്വമായി നിന്നപ്പോൾ അതിനെ യേശു മാറ്റി നമ്മളെ രാജകീയ വിരോധമാക്കും. അങ്ങനെ ഏതെല്ലാം കാര്യങ്ങളിൽ വിഭജിച്ചു വെച്ചിരുന്നുവോ ആ വിഭജനങ്ങളെ മാറ്റി സമത്വം നൽകിയതാണ് ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം. ഇന്ന് രാത്രിയിലും അവൻ മരിച്ചത് പല വിധത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിച്ചുകൊണ്ടിരുന്ന ജാതിയുടെയും നിറത്തിന്റെയും കളറിന്റെയും മറ്റ് പല വിഷയങ്ങളാൽ മനവംശത്തെ പലതായി വിഭജിച്ച് മാറ്റി നിർത്തി പല നിയമങ്ങൾ എഴുതപ്പെട്ടിരുന്നു. യഹൂദനൊരു പ്രമാണമുണ്ടായിരുന്നു, ജാതികൾക്ക് പ്രമാണമുണ്ടായിരുന്നു. അങ്ങനെ വേർതിരിവുകൾ ഇട്ടുകൊണ്ട് പലതിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിവിട്ടെങ്കിൽ യേശു മരിച്ചത് അതിനെ മാറ്റി സമത്വം വരുത്തുവാൻ വേണ്ടിയ, സകല മനുഷ്യരെയും ഒന്നാണെന്നും അവരെല്ലാം ആദമിക വംശത്തിൽ നിന്ന് ജനിച്ചതാണെന്നും ദൈവത്തിന്റെ സന്താനങ്ങളാണെന്നും അതിൽ വ്യത്യാസമില്ലെന്നും ജാതിമത ഭാഷ നിറം മറ്റുള്ള ബുദ്ധി കഴിവ് ഒന്നിനും വ്യത്യസ്തതയില്ലെന്നും എല്ലാവർക്കും ക്രിസ്തുവിൽ ഒന്നായി തീരാം എന്നുള്ള സന്ദേശമാണ് യേശു ക്രിസ്തു മുഖാന്തരം, സുവിശേഷ മുഖാന്തരം അത് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നും വേർതിരിവുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കൊട്ടോ, അത് സാമൂഹികമായിരിക്കുന്ന വേർതിരിവുകളായി നിന്നുകൊള്ളട്ടെ. നല്ല രാത്രി ഞാൻ ആത്മാവെ വിളിച്ചു പറയുക, എൻ്റെ യേശു കർത്താവ് വരുമ്പോൾ അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതിന് യാതൊരുവിധമായ മാനദണ്ഡങ്ങളുമില്ല. ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നവർക്ക്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഏത് കുലത്തിലും ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് കളറിലും എവിടെ ജനിച്ച ആണെങ്കിലും അവർക്ക് യാതൊരു വ്യത്യാസമില്ലാതെ അവരെ ഉയർപ്പിക്കുന്ന പുനരുത്ഥാനത്തെ ശക്തിയെ ഉയർപ്പിക്കുമെന്ന് സമൂഹം ഒരുപക്ഷെ പലതും പറഞ്ഞ് വേർതിരിച്ച് മാറ്റി നിർത്തിയാലും കുഞ്ഞാടിന്റെ രക്തത്തിൽ ജയം പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് നിത്യതയിൽ ഒരു മാറ്റമില്ലാതെ അവരെ ഒന്നാക്കി തീർക്കുവാൻ, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ് യേശു മരിക്കേണ്ടതെന്നാണ് അന്ന് പ്രവചിച്ചു പറഞ്ഞത്. അത് നിവർത്തിയിരിച്ചു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് നിവർത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ ഒന്നാക്കി തീർത്തു. നാം ദൂരസ്ഥരായിരുന്നു, സമീപസ്ഥരാക്കി തീർത്തു. നാം പലവിധമായിരിക്കുന്ന രീതിയിൽ പോയവരായിരുന്നാൽ ക്രിസ്തുവിൽ നമ്മളെ സഹോദരന്മാരും സഹോദരിമാക്കി മാറ്റി. അതായത് നമ്മൾ സഹോദര, സഹോദരി, അച്ചായ, ആന്റി, അമ്മാമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ ക്രിസ്തുവിലാണ് വിളിക്കുന്നത്. യേശുവിന്റെ രക്തത്തിന്റെ ബന്ധത്തിലാണ് വിളിക്കുന്നത്. ആ ബന്ധം നിത്യബന്ധമാണ്. അതിൽ നമ്മെ ഒന്നാക്കി തീർത്ത ദൈവ സ്നേഹം ഇന്ന് രാത്രിയിലും തിരിച്ചറിയുവാൻ ഇടയത്തിന്. അതേക്കുറിച്ച് അന്നത്തെ കയ്യാഫാവ് എന്ന മഹാപുരോഹിതൻ വിളിച്ചു പറഞ്ഞു. ഇവൻ തന്നെയാണ് അവന്റെ വസ്ത്രം കീറി മഹാപുരോഹിത ശുശ്രൂഷ അവസാനിപ്പിച്ചത്. ഞാൻ വിചാരിക്കുന്നത് ഈ പ്രവാചകൻ, ഈ കയ്യാഫാവ് പ്രവാചകനായിരുന്നില്ല, പക്ഷേ അവനെ കൊണ്ട് ദൈവം പ്രവചിപ്പിച്ചു. കഴുതെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിവുള്ളവനാ ദൈവം. ബെലിയാമിന്റെ കഴുത സംസാരിച്ചില്ലേ? ഇവൻ പ്രവാചകനല്ലായിരുന്നില്ലെങ്കിലും ആ കാലഘട്ടത്തിൽ അന്ന് അവൻ പ്രവചിക്കേണ്ടിയിരുന്നു. അവൻ പ്രവചിക്കേണ്ടത് മറ്റൊന്നുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് അവൻ ആദ്യ അവസാനം പ്രവചിച്ച ഒന്നേ ഉള്ളൂ. അത് പ്രവചന ന്യായപ്രമാണത്തിന് പ്രകാരം യേശു മരിക്കേണ്ടതാകുന്നുവെന്ന് ന്യായപ്രമാണത്തിന് ഞാൻ വിശ്വസിക്കുന്നത്. അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ വിളിച്ചു പറഞ്ഞതിനെ ദൈവമായ കർത്താവ് എന്ത് ചെയ്തു? അത് തന്നെ വെളിപ്പെടുത്തി. ഈ കയ്യാഫ വസ്ത്രം കീറി കളയുന്നതിന് മുമ്പായി അവൻ യേശുവിനെ കുറിച്ച് പ്രവചിച്ചിട്ടാ കീറിക്കളഞ്ഞത് കൊട്ടോ അന്ന് തീർന്നു പോയതാ. ദേശ ദേവാലയത്തിന്റെ മന്ദിരത്തിന് തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം കീറിപ്പോയി. ലേവ്യ പൗരോഹിത്യം മാറ്റപ്പെട്ട് ഒരുമിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിട്ടെന്ന് അവരുടെ രാജകീയ പുരോഹിതമാക്കി തീർക്കുവാൻ വേണ്ടി നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാൻ നമ്മെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിൻ നിർദോഷവും നിഷ്കളങ്കമായി കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് എന്ന വചനപ്രകാരം നമ്മെ വീണ്ടെടുത്ത വിലയേറിയ രക്തം മുഖാന്തരമായി അവന് ആത്മീയ യാഗം കഴിക്കത്തക്കവണ്ണമുള്ള രാജകീയ പുരോഗതവക്കമാക്കി നമ്മെ തീർക്കുവാനിടയാത്തും. യേശു ക്രിസ്തുവിന് സ്തോത്രം ചെയ്യുന്നത്, കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാനിന്ന് കോട്ടയത്ത് ഒരു സ്ഥലത്ത് പോയി കുറേ സമയം നിൽക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് അവിടെ പോയി ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ, ഏതെങ്കിലും സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ആ ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാമെങ്കിൽ അത് ദൈവത്തിന് നാം കഴിക്കുന്ന ഒരു പുരോഗതി ശുശ്രൂഷയാണ്. അത് ദൈവം നമ്മളെ അവിടെ കൊണ്ട് നിർത്തുന്നത് വെറുതെയല്ല. നമ്മൾ ഒരുപക്ഷെ ചിലരെ കാണാൻ വേണ്ടി പോകുമ്പോൾ അല്പം സമയം കിട്ടിയെന്നിരിക്കും. അങ്ങനെ സമയം കിട്ടുമ്പോൾ അതൊന്നും നാം വൃഥാവാക്കി കളയാതെ ആ സമയം ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെയാണ്. യാത്ര ചെയ്യുമ്പോൾ, പോകുമ്പോൾ, പ്രത്യേകിച്ച് ആകാശത്തോടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നത് ആ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കും. കാരണം വലിയൊരു ഭാഗ്യമാണ്. നാം ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥിച്ചോളണം കൊണ്ടോ അത് വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യമാണ്. അതെ, ഈ ദിവസങ്ങളിൽ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ വേണ്ടി
ദൈവത്തോട് ഓർപ്പിക്കുവാൻ വേണ്ടി, രാജകീയ പുരോഗതി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ രാജകീയ പുരോഗതമാക്കി വർക്കമാക്കി തീർത്തല്ലോ. അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശത്രു നമ്മൾ നിരാശപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെന്നാൽ അതിന്മേൽ ജയമെടുത്ത ദിവസങ്ങളിൽ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ പുറമേ പറയാൻ കഴിയത്തില്ലായിരിക്കും, നിനക്ക് പുറമേ ആരാധിക്കാൻ കഴിയത്തില്ലായിരിക്കും, സാന്ത്യം കാണത്തിലായിരിക്കും. പ്രാർത്ഥിച്ചുകൊള്ളുക. ദേശത്തെ കീഴ്പ്പെടുത്തുവാൻ ദൈവാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന അത് വെളിച്ചമായി ദേശത്തുമേ വ്യാപരിപ്പാൻ ഇടയാത്തരും. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന വൃതാവായി പോകത്തില്ല. ഇടിവ് നിൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ആരാധന കഴിക്കുന്നത് വൃതാവായി പോകത്തില്ല എന്നും ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുക. അപ്പോൾ ഇവര് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു യേശുവിനെ കൊല്ലണം. അത് ദൈവഹിതമായിരുന്നു, ദൈവത്തിന്റെ ആലോചനയായിരുന്നു. യേശു മരിക്കുന്ന ന്യായപ്രകാരം യേശു മരിക്കേണ്ടതാണ്. അവർ വിചാരിച്ച ന്യായപ്രകാരം യേശു ശബത്തിനെ ധിക്കരിച്ചതും സ്വന്തമായി ദൈവമെന്ന് പറഞ്ഞതും ദൈവത്തിനാക്കിയതും ഒക്കെയാണ് അവർ ന്യായപ്രമാണത്തിന്റെ പ്രമാണമനുസരിച്ച് യേശുവിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തെങ്കിൽ അതൊന്നും അല്ല യഥാർത്ഥമായ കാരണമായിരുന്നത്. ന്യായപ്രമാണത്തിന് തികവിന് വേണ്ടി, ന്യായപ്രമാണത്തിൽ ഒരുവന്റെ പാപം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ന്യായപ്രമാണത്തിന്റെ പ്രവചനം നിവൃത്തീകരിക്കാൻ വേണ്ടി യേശു മരിക്കണമെന്നുള്ളത്, അത് നിവൃത്തിരിക്കപ്പെടണമെന്നുള്ള സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു. സ്വർഗത്തിന്റെ പദ്ധതി മാത്രമേ നിറവേറപ്പെടുകയുള്ളൂ. നിനക്ക് പിടിക്കാൻ സാധിക്കും, കൊല്ലാൻ സാധിക്കും, പക്ഷേ അതിൻ്റെ പിമ്പിലും സ്വർഗത്തിൻ്റെ ഉദ്ദേശമുണ്ട്. എന്ത് സംഭവിച്ചാലും സകലവും നന്മയ്ക്കായിട്ടാ കൂടിയാവരിക്കുന്നുള്ളത് പിശാചിനറിയത്തില്ല. പക്ഷേ ഏത് വിഷയത്തെയും ജയമാക്കി തീർക്കുവാൻ, നന്മയാക്കി തീർക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കും. ദൈവത്തിന്റെ ആലോചന അത് നന്മയാണ്, ഒരിക്കലും തിന്മയല്ല. ഇവിടെ യേശുവിനെ കൈയൊഴികയല്ല പിതാവാം ദൈവം ചെയ്തത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് മരിക്കാനുള്ള സമയം അടുത്തടുത്ത് വന്നപ്പോൾ അവനത് പരസ്യമായി പ്രസിദ്ധപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിന്തിച്ചല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഒരു അടയാളം അത്ഭുതം ചെയ്ത കർത്താവ് ആരോടും മിണ്ടരുത്, പരസ്യമാക്കരുത്, ആരോടും പറയരുതെന്ന് പറഞ്ഞ ശേഷമായി യേശു പരസ്യമായി എന്തുകൊണ്ട് സൂക്ഷിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം അവന്റെ ശുശ്രൂഷയുടെ അവസാന ലാപ്പിലേക്ക് അവൻ ഓടിത്തീരുവാൻ പോയപ്പോൾ പിന്നീട് ഒരൊറ്റയാഴ്ച മാത്രമേ നമുക്ക് ചില ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രമേ ഉള്ളൂ, ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് പിന്നീട് യേശുവിന്റെ ശുശ്രൂഷയുടെ മേഖലയായി സ്വർഗം വേണ്ടി കരുതിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ പ്ലാൻ ചെയ്തു. അങ്ങനെ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി എല്ലാ പദ്ധതികളും അവർ തയ്യാർ ചെയ്ത് അവർ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അന്ന് മരിക്കാൻ, ആ സമയത്ത് മരിക്കാൻ അവിടെ നിന്നുകൊടുത്തില്ല. പെസഹയൊക്കെ അറുത്ത് പെസഹയുടെ സമയമാകുമ്പോഴാണ് യേശു മരിക്കേണ്ടത്, അവൻ അറിയാം. അതുകൊണ്ട് ഈ ലാസറിനെ ഉയർപ്പിച്ച ശേഷമായ ബേഥാനിയിൽ നിന്ന് ഇവരിങ്ങനെ ആലോചിച്ചു എന്ന് ദൈവത്തിനറിയാം, യേശു അറിയാം. അപ്പോൾ തന്നെ യേശു എന്തെന്നറിയാമോ? അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെ എബ്രീം എന്ന ഒരു പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. അറിയാമല്ലോ, ബഥാനിയിൽ കല്ലെറിയാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ യേശു അവിടുന്ന് യോർദാൻ അക്കരെയുള്ള ബഥാനിയിൽ പോയി പാർത്തു. അവിടുന്ന് ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് യേശു മടങ്ങി വന്ന് മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ കയറാതെ വിശ്വസിക്കുന്ന ലാസറിനെ ഉയർപ്പിച്ചു. അതിനുശേഷമായി അത്ഭുത വിഷയമായി തീർന്നു കഴിഞ്ഞപ്പോൾ അവനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശു ബേഥാനിയെ വിട്ട് അവനും അവൻ്റെ ശിഷ്യന്മാരും കൂടി മടങ്ങിപ്പോയി അവിടെ എബ്രീം എന്ന പട്ടണത്തിലേക്ക് പോയി അവിടെ അവര് താമസിപ്പാൻ ഇടയാത്തത്. പക്ഷെ എന്നും അങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടിയല്ല, അതിന് സമയത്ത് മാത്രമേ യേശു പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ദൈവമക്കളെ, നമുക്കും ദിവസങ്ങളിൽ ദൈവം ഓരോ കാര്യത്തിനും സമയം വെച്ചിട്ടുണ്ട്. നാം ബന്ധപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാറ്റിനും സമയമുണ്ട്. ഇവിടെ ഈ ബേഥാനിയിൽ നിന്ന് യേശുവിനറിയാം അവിടെ നിന്ന് കഴിഞ്ഞാൽ പരസ്യമായി നിൽക്കേണ്ട സമയമല്ല. അതുകൊണ്ട് അവൻ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞ അർത്ഥം അത് വരുന്ന സമയത്ത് കർത്താവ് അവിടെ വരും, അത് നിശ്ചയമായിട്ട് വരും. ലാസം ഉയർപ്പിക്കേണ്ട സമയത്ത് വന്നതുപോലെ യേശു ക്രൂശീകരണം വഹിക്കേണ്ട സമയത്ത് എൻ്റെ ആഴ്ചവട്ടമാകുമ്പോൾ യേശു വീണ്ടും മടങ്ങി വരും. എന്നാൽ ആ ഉള്ള സമയത്തിന്റെ ഒരു ഗ്യാപ്പുണ്ട്. ആ സമയത്ത് അവനെ ആരും പിടിക്കാതിരിക്കാൻ വേണ്ടി യേശു പരസ്യമായി നടക്കാതെ എബ്രീം എന്ന പട്ടണത്തിൽ പോയി അവിടെ പോയി താമസിച്ചു എന്നാണ് 11-ാം അധ്യായം അതിന്റെ 54-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യന്മാരെ അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ എടുത്തിരിക്കിയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരൂശലേമിലേക്ക് പോയി. അപ്പോൾ ഈ പെസഹ എന്നുള്ള അടുക്കാൻ പോകുകയാണ്. ആ പെസഹയുടെ ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള ആ പെസഹ അടുക്കുന്നതിന് മുമ്പുള്ള
ഒരാഴ്ചവട്ടമാണ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തെ ആഴ്ചവട്ടം. അതുവരെയാണ് കർത്താവ് അവിടെ പാർക്കുവാനിടയാത്തുന്നത്. എന്നുവരെ യേശു അവിടെ പാർക്കുന്നു വെച്ചാൽ ലാസർ ഉയർപ്പിച്ച ശേഷമായി പെസഹയ്ക്ക് 6 ദിവസം വരെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരാഴ്ചക്ക് മുമ്പായി യേശു ഒരാഴ്ച മുമ്പ് വരെ അവിടെ യഹൂദ മരുഭൂമിക്കരികെയുള്ള എബ്രഹീം എന്ന പട്ടണത്തിൽ യേശു പാർക്കോട്ടിടയെത്തുന്നു. അപ്പോൾ പലരും ഈ പെസഹ കണ്ടു കഴിഞ്ഞ് അവർക്കൊരു പെരുന്നാളാണ്. എല്ലാവരും യെരൂശലേം ദേവാലയത്തിൽ വരണമെന്നുള്ളത് നിയമവും അതിൻ്റെതായ ന്യായപ്രമാണത്തിന്റെ പ്രമാണമനുസരിച്ച് ചെയ്യേണ്ടതാകൊണ്ട് എല്ലാവരും തങ്ങൾക്ക് തന്നെ ശുദ്ധി വരുത്തേണ്ട വേണ്ടി നേരത്തെ തന്നെ യെരൂശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. എൻ്റെ 56-ാം വാക്യം, അവർ യേശുവിനെ അന്വേഷിച്ചു. ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. യേശുവിനെ അന്വേഷിച്ചു. അവർ വിചാരിച്ചു കഴിഞ്ഞ പെസഹയ്ക്ക് വന്നതാ, കൂടാര പെരുന്നാളിൽ വന്നതാ, അങ്ങനെ എന്തെല്ലാം ഇവിടെ ന്യായപ്രമാണത്തിന്റെ രീതിയിലുള്ള പെരുന്നാളുകളുണ്ടോ അതെല്ലാം പതിവെത്തിക്കാതെ വന്നതാ. യേശുവിന്റെ ചെറുപ്പകാലം മുതലും അവൻ പതിവായി പള്ളിയിൽ പോകുന്നവനായിരുന്നു. യേശുവിൻ ദേവാലയത്തിൽ പോകും. എന്നാൽ ഞാൻ പറഞ്ഞ 3 വർഷ ശുശ്രൂഷ സമയത്തും യേശു മാറുന്നില്ല. നടക്കുന്ന കൂടാര പെരുന്നാളിനും പെസഹയ്ക്കും ഒക്കെ കർത്താവ് പോയി. എന്നാൽ അവസാനമായി ഇപ്പോൾ വിചാരിച്ചു അവർ യേശുവിനെ അന്വേഷിക്കുകയാണ് ദേവാലയത്തിൽ നിന്നുകൊണ്ട്. കാരണം ദേവാലയത്തിൽ വന്ന് പതിവായി സംസാരിക്കുന്നവനാണ് യേശു കർത്താവ്. യേശുവിന്റെ പ്രസംഗം കേൾക്കണം താല്പര്യമുള്ളവരുണ്ട്. അവർ അന്വേഷിക്കുകയാണ്, എന്ത് തോന്നുന്നു, പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരയണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. അപ്പോൾ യേശു എവിടെയാണെന്നുള്ളത് അറിഞ്ഞാൽ അവനെ പിടിക്കണം, അതിനു വേണ്ടിയുള്ള കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ കൊല്ലുവാൻ വേണ്ടി അന്വേഷിച്ചു നടന്ന യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ വേണ്ടി ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇവനെ വിട്ടയക്കാൻ കഴിയത്തില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ അവനെ വിട്ടയച്ചതാ. അന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവന്റെ മേൽ ആരും കൈവച്ചില്ല എന്ന് പറഞ്ഞ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അന്ന് അല്ലായകയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. എന്നാൽ യേശുവിന്റെ സമയം ആയപ്പോൾ, അവനെ പിടിക്കപ്പെടുവാനുള്ള സമയമായപ്പോൾ അതിനുവേണ്ടിയുള്ള കൽപ്പന യഹൂദന്മാരെ കൊണ്ട് സ്വർഗം പുറപ്പെടുവിച്ചു. ഇന്ന് രാത്രിയിലും പിടിക്കപ്പെടണമെന്നുള്ളതും യേശു ക്രൂശിക്കപ്പെടണമെന്നുള്ളതും സ്വർഗത്തിന്റെ തീരുമാനമായതുകൊണ്ട് അന്നത്തെ മഹാപുരോഹിതനെ കൊണ്ട് പ്രവചിപ്പിച്ചു. അത് മാത്രമല്ല, കൽപ്പന പുറപ്പെടുവിച്ചു. യേശുവിനെ പിടിക്കാൻ വേണ്ടി അവൻ എവിടെയാണെങ്കിലും അവനെ പിടിക്കാൻ വേണ്ടിയുള്ള കൽപ്പന പുറപ്പെടുവിച്ചു എന്നാണ് അതിൻ്റെ 11-ാം അധ്യായം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ലാസർ എന്ന ഒരുത്തൻ്റെതുമായി കിടന്ന ആ ബേഥാനി എന്ന ഗ്രാമപശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞ് അവിടെ നടന്ന അത്ഭുതങ്ങളെല്ലാം നടത്തി യേശു മരിച്ച് 4 ദിവസം കഴിഞ്ഞവനെ ഉയർപ്പിച്ച് അവൻ വീറോടെ ആരോഗ്യത്തോടെ നടക്കുമ്പോൾ ഇവിടെ ജീവന്റെ നായകനെ കൊല്ലാൻ വേണ്ടിയുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. അത് നാം കാണാൻ സാധിക്കുന്നത്. അതെ, അവൻ ലാസർ വിടുതൽ പ്രാപിച്ചെങ്കിൽ യേശു പിടിക്കപ്പെടാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ലാസറിനെ പോലെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് പ്രത്യാശയുള്ളവരായിത്തീർന്നത്, പുനരുത്ഥാനമായിത്തീരുന്നതിന്റെ കാരണം ക്രിസ്തു മരിച്ചത് കൊണ്ടാണ്. ഇവർ തീരുമാനമെടുത്ത് ഇവൻ പിടിക്കപ്പെടണം, അവനെ ഇനി വിട്ടയക്കാൻ കഴിയത്തില്ല. അവരുടെ ഫൈനൽ തീരുമാനമായിരുന്നു. അത് അവരുടെ തീരുമാനമായിരുന്നില്ല, അത് സ്വർഗത്തിന്റെ തീരുമാനമായിരുന്നു. ദൈവം അവരെ കൊണ്ട് എടുപ്പിച്ച തീരുമാനമായിരുന്നു. യേശു പിടിക്കപ്പെടുവാനുള്ള സമയമായി. അവനതിന് മുമ്പ് അവന്റെ സമയം അല്ലായികൊണ്ട് അവർക്ക് അവനെ പിടിപ്പാൻ കഴിയാതിരുന്നെങ്കിൽ, സ്വർഗത്തിന്റെ സമയമായപ്പോൾ, യേശു പിടിക്കപ്പെടുവാനുള്ള സമയമായപ്പോൾ അതിനുള്ള കൽപ്പന മഹാപുരോഹിതന്മാർ പുറപ്പെടുവിക്കത്തക്കവണ്ണമുള്ള കൽപ്പന പുറപ്പെടുവിച്ചെങ്കിലും അത് ഭയപ്പെട്ട് നിൽക്കുന്നവൻ യേശു. അവനറിയാം അവന്റെ സമയം തീരുകയാണ്, ഇനി ഒരൊറ്റ ആഴ്ച മാത്രമേ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യേശു വീണ്ടും ബേഥാനിയിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ചാണ് 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ 20 അതാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. 6 ദിവസം മുമ്പേ വന്നു. ഇവിടെയൊക്കെ വന്നത് ലാസറിന്റെ വീട്ടിലേക്ക്, പട്ടണത്തിലേക്ക് വന്നു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവനൊരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസറോ
അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ യേശു 6 ദിവസം മുമ്പ് അവിടേക്ക് വരുമെന്ന്, ബേഥാനിയിലേക്ക് വരുമെന്നുള്ള അറിവ് ഈ കുടുംബത്തിന് കിട്ടിയിരുന്നു. കഥാവുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ആലോചിച്ച് നോക്ക്, അവർക്ക് യേശുവിൽ നിന്ന് അകലാൻ പറ്റത്തില്ല. യഹൂദന്മാർ അന്വേഷിച്ച് നടക്കുമ്പോഴും മാർത്തയ്ക്കും മറിയയ്ക്കും ലാസറിനും യേശു മടങ്ങി അവിടെ ബേഥാനിയിലേക്ക് വരാൻ പോകുന്നുള്ള അറിവ് കൊടുത്തിരുന്നു. 6 ദിവസം വരുമെന്നുള്ളത് കൊണ്ടാണ് അവരവിടെ അത്താഴമൊരുക്കിയത്. യേശുവിൻ്റെ അത്താഴമൊരുക്കിയത്. യേശു അവരെ അറിയിച്ചിരുന്നു, ഞാൻ വരുന്നുണ്ട്. എപ്പോഴാണ് 6 ദിവസം മുമ്പ്, നീ ഒരാഴ്ച കൂടി ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി യേശു 6 ദിവസം മുമ്പ് ബേഥാനിയിലേക്ക് മടങ്ങി എന്നാണ് പറയും. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നു. അവിടെ അവനൊരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവനായിരുന്നു. മരിച്ചുപോയ നാറ്റം വെച്ച ലാസർ അന്ന് ഒരുക്കിയ ആ പന്തി ഭോജനത്തിൽ അവൻ അവിടെ ഇരുന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ലാസറിന് ശേഷമായി അവിടുന്ന് പോകുവാനിടയെത്തുന്നു. എന്നാൽ അവൻ്റെ ശുശ്രൂഷ അവസാന ആഴ്ചവട്ടത്തിലേക്ക് എത്തിയപ്പോൾ യേശു ഈ പറയുന്ന ബേഥാനിയിലേക്ക് വരുന്നു എന്നുള്ളത് അവർക്ക് അറിവ് കിട്ടുവാനിടയെത്തുന്നു. യേശുമായിട്ട് ബന്ധം ഈ കുടുംബത്തിലുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചടക്കപ്പെടാൻ പോകുക എന്നുള്ള സന്ദേശം കൂടി കൈമാറിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ടാണ് തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിലേക്ക് വേഗത്തിൽ വരാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മാർത്ത ശുശ്രൂഷ ചെയ്തു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശുവിനെ ആദ്യം വീട്ടിൽ വന്നപ്പോൾ ഈ മാർത്ത ശുശ്രൂഷിച്ചത് പിറുപിറുപ്പോട് കൂടിയായിരുന്നു. ഇവിടെ ആകെപ്പാടെ ശുശ്രൂഷിച്ച് ഭാരപ്പെട്ട് ക്ഷീണിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൾ കംപ്ലൈൻറ്റ് പറഞ്ഞു. അവള് വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് മറിയെക്കുറിച്ചായിരുന്നു. എൻ്റെ 10-ാം അധ്യായം 38 മുതൽ. യാത്ര പോകിയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാലത്തിലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. കർത്താവേ, എൻ്റെ സഹോദരി. ഇപ്പോൾ ഇവിടെ അമ്മ ശുശ്രൂഷിച്ചപ്പോൾ പിറുപിറുപ്പായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് വചനപഠനമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മാർത്തയുടെ ജീവിതത്തിൽ ആന്തരിക മാറ്റം ഉണ്ടായത് മാത്രമല്ല, ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മാർത്തയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ? ഒരു ഭാരമില്ല, ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുക. എന്നാൽ യേശു ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സന്ദർഭം അവൾക്ക് ഒരുപാട് മനസ്സ് തകർന്ന് എല്ലാം കൊണ്ടുമുള്ള ചിന്തകളും ഭാരങ്ങളുമായിട്ടായിരുന്നു. എന്നാൽ ഈ 12-ാം അധ്യായത്തിൽ പറയുന്നത് മാർത്ത ശുശ്രൂഷ ചെയ്തു. സന്തോഷത്തോടെ യേശുവിന് ശുശ്രൂഷ ചെയ്യുക. കാരണം അവളുടെ സഹോദരൻ മരിച്ചുപോയതാ, 4 ദിവസം കഴിഞ്ഞതാ. ഇന്ന് നടക്കുന്ന ആ അത്താഴത്തിൽ അവനോട് കൂടെ ഇരിക്കേണ്ടത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ, ഞാൻ കരുതി ഇനി ഒരിക്കലും അവൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ചവനെയാ മടക്കി വരുത്തത്. അവനുമായിട്ട് പന്തിയിലിരിക്കാൻ വേണ്ടിയാ യേശു വരുന്നത്. അതുകൊണ്ട് അന്ന് നടന്ന അത്താഴം വലിയ ഒരു സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു അത്താഴമായിരുന്നു. പണ്ട് നടന്നതുപോലല്ല. കാരണം വലിയൊരു മാറ്റം ഉണ്ടായ, വലിയൊരു അത്ഭുതമുണ്ടായ, വലിയൊരു ഒരു 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 കാഴ്ചയ്ക്ക് തന്നെയുള്ളതായ കാര്യമായതുകൊണ്ട് ദേശം മുഴുവൻ അറിഞ്ഞിരുന്നു. ബേഥാന്യ ഗ്രാമം മുഴുവൻ അറിഞ്ഞിരുന്നു യേശു വരുന്നുണ്ടെന്ന്. യേശു ഇവിടെ അത്താഴം കഴിക്കുന്നുണ്ട്. അന്ന് അവനോട് കൂടെ മരിച്ചുപോയ 4 ദിവസം കഴിഞ്ഞ് ലാസർ ഉയർത്തെഴുന്നേറ്റ് ജീവനോട് നമ്മുടെ ഇടയിലിരിക്കുക, അവനും പന്തിയിൽ ഇരിക്കുന്നുണ്ടെന്ന് ഉള്ളത് അറിവ് ആ ദേശത്ത് പരക്കുവാട്ടിടയായിരുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. യേശു ക്രിസ്തു വരുന്നുണ്ടെങ്കിൽ ക്രിസ്തു എവിടെ എത്തിയാലും അവിടെ വിരുന്നൊരുക്കപ്പെടുവാനിടയെത്തരും. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നവനാ നമ്മുടെ കർത്താവ്. യഹൂദ പ്രമാണിമാരെ, പരീശന്മാരെ, മഹാപുരോഹിതന്മാരെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ
അതിൻ്റെ മധ്യത്തിൽ മേശയൊരുക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇത് രാത്രിയിൽ മനസ്സിലാക്കിയുള്ള ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുമെന്ന് വെറുതെ പറഞ്ഞതല്ല. എൻ്റെ യേശു മേശയൊരുക്കുവാൻ മതിയായവനാ, ശക്തിയുള്ളവനാ. ഇവർ കൊല്ലാൻ വേണ്ടി ഓടി നടന്നെങ്കിലും 6 ദിവസം മുമ്പ്, പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബേഥാനിയിൽ വന്നപ്പോൾ ശത്രുക്കൾ മുമ്പാകെ ഒരു മേശയൊരുക്കി. അന്ന് ഇവർക്ക് മിണ്ടുവാൻ കഴിയാത്ത വിധത്തിൽ ലാസർ പന്തിയിലിരുന്നു. ആ ഒരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സദ്യയായിരുന്നു അന്ന് ബേഥാനിയിൽ നടക്കുവാനിടയാക്കുന്നത്. അപ്പോൾ ഈ മാർത്ത വളരെ സന്തോഷത്തോടെ, ആലോചിച്ച് നോക്ക്, അത്ഭുതം നടന്ന വീടാണ്. വലിയ ചെറിയൊരു അത്ഭുതമല്ല. മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന, ആ ശവക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ലാസർ, അവൻ സുഖസ്വരൂപനായി സന്തോഷമുള്ളവനായി എല്ലാവരുടെയും കൂടെ പന്തിയിലിരിക്കുന്നു. ഇത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാർത്ത വളരെ സന്തോഷത്തോടെ അവൾ യേശുവിനെ വേണ്ടിയുള്ള പന്തി ഭോജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. ലാസർ അവിടെ എല്ലാവരുടെയും മുമ്പിൽ അവൻ യേശുവിനോട് കൂടെ ഇരിക്കുകയാണ്. രാത്രി കാണാൻ കഴിയുമോ? അതെ, നമ്മെ ഏതവസ്ഥയിൽ നിന്നും വിളിച്ചു വേർതിരിക്കുവാൻ, അവനോടുകൂടെ പന്തി ഭോജനം ഇരുത്തുവാൻ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുവാൻ കഴിവുള്ള ദൈവം ഈ വർഷത്തിന്റെ ഈ പ്രാരംഭ സമയം തന്നെ ആത്മാവിൽ ദൂതറിയിക്കുക. നിന്നെ ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ട പന്തി ഭോജനം നടത്താതിരിക്കുവാൻ, നിന്റെ വീട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ശത്രു പലതും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ മേശ ഒരുക്കുവാൻ കഴിവുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂതറിയിക്കുക. അത് നടക്കത്തില്ല എന്ന് വാദിക്കുന്ന പോരുകളുണ്ട്. അതൊരിക്കലും നടത്തിയില്ലെന്ന് വാദിക്കുന്ന പോരുണ്ട്. ഭവനത്തിനകത്ത് നന്മയുണ്ടാകത്തില്ലെന്നും ഭവനത്തിനകത്ത് വേണ്ട രീതിയിലുള്ള സദ്യ ഒരുക്കാൻ കഴിയത്തില്ലെന്നും, അത് ഇനി എല്ലാം തീർന്നെന്നും ഇനി നിരാശയാണെന്നും ഇവിടെ ഇനി ഒന്നും സാധിക്കത്തില്ലെന്നുമുള്ള രീതിയിൽ എല്ലാം തകർന്നടിഞ്ഞെന്ന രീതിയിൽ നിൽക്കുമ്പോൾ, ശത്രു ജയം ഘോഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ പുറത്തും അകത്തും എല്ലാം പ്രശ്നങ്ങളാ. പക്ഷേ യേശു എന്ന നമ്മുടെ കർത്താവ് ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുന്നവനാ, മരണത്തെ നീക്കി ജയം നൽകുന്നവനാ, ശത്രുക്കളെ അടക്കി ജയം നൽകുന്നവനാ. അവൻ ഇരിക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ടാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. യേശു വരുന്ന ഒരു മീറ്റിങ്ങും, യേശു വരുന്ന ഒരു സദ്യയും, യേശു പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമും അതിനെ ഇല്ലാതാക്കുവാൻ, എൻ്റെ സന്തോഷം കെടുത്തി കളയുവാൻ സാത്താന് കഴിയത്തില്ല. അവന്റെ പ്രവൃത്തികൾ കഴിയത്തില്ല. അവൻ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നവൻ തന്നെയാണ്. ഇവിടെ ഈ ഒരു മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നു. 3 പേരുടെയും കാര്യം വളരെ വ്യക്തമായി അടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർത്തയെക്കുറിച്ച് പറഞ്ഞു, ലാസറിനെ കുറിച്ച് പറഞ്ഞു. മാർത്ത നമുക്കറിയാം ആദ്യം യേശുവിനെ വീട്ടിൽ സ്വീകരിച്ചവൾ, അവളെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ലാസറിനെ കുറിച്ച് പറഞ്ഞു, മരിച്ചുപോയവനാ, അവൻ വീണ്ടും ജീവിച്ച് പന്തിയിലിരിക്കുക. മറിയയെക്കുറിച്ചാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തോർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഈ വിഷയത്തെ പഠിക്കുമ്പോൾ നമ്മളിതിനെ ഈ സന്ദർഭത്തോട് ബന്ധത്തിൽ പഠിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തെറ്റുകൾ വരാറുണ്ട്. അതുകൊണ്ട് ഇതേക്കുറിച്ച് 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ മറിയയായിരുന്നു അവൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ആദ്യം പറയുന്നത്. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അപ്പോൾ മറിയ ചെയ്തത്, അത് ആദ്യമേ തന്നെ പ്രസ്താവിച്ചു. ഈ മറിയ ചെയ്തതെല്ലാം അത് പ്രസ്താവിക്കപ്പെടുവാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുമായിട്ടുള്ള അവൻ്റെ ശവസ്കാര ശുശ്രൂഷയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ആഹാരം കൊടുക്കുക, കഴിക്കുക എന്നുള്ളതൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി, യേശുവിൻ്റെ ശവസ്കാരത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ ഒരുക്കത്തിന് വേണ്ടി മറിയെ ദൈവം കണ്ടിരുന്നു. നമുക്കറിയാവുന്ന അരിമത്യയിലെ യോസഫും നിക്കോദമസും കൂടിയാണ് അവസാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ എത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് പൊതുവനുസരിച്ചുള്ള തൈലം പൂശുന്ന ആ രീതിയുടെ പ്രാരംഭം 1-ാമത്തെ ഘട്ടം ചെയ്തത് മറിയ എന്ത് ചെയ്യുന്നത്? 2 ഘട്ടങ്ങളിലായിട്ടാണ് യേശുവിനെ അവള് ഈ പ്രകാരം തൈലം പൂശിയത്.
എന്നുള്ളത് ഞാൻ 3 സന്ദർഭങ്ങളുള്ള ബന്ധത്തിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ തൈലം പൂശിയുള്ള ബന്ധത്തിൽ നമുക്ക് രണ്ട് ഭാഗത്തെ ചിന്തയാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നെങ്കിൽ, ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ 2 അല്ല 3 സന്ദർഭങ്ങളിൽ നടന്നു എന്നതാണ്. അതിൻ്റെ യേശു സംസ്കാര ശുശ്രൂഷയുടെ ബന്ധത്തിൽ 1ാം ഘട്ടമായി ചെയ്തത് മറിയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിൽ മറിയ തന്നെ 2ാമത്തെ ഘട്ടത്തിലാണ് അവൻ്റെ തലയിൽ സ്വച്ഛജടമാംസി തൈലം ഒഴിച്ചത്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ വന്ന് അവൻ്റെ തലമുടി കൊണ്ട് അവൾ കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് കാല് കഴുകി തലമുടി കൊണ്ട് തോർത്തി പരിമളതയിലും പൂശിനെ കുറിച്ച് നമുക്കാണ്. ഇപ്പം 3 സന്ദർഭങ്ങളെ എടുത്ത് പഠിച്ചിട്ട് ആ 3 സന്ദർഭങ്ങളിൽ എന്താണ് ആരൊക്കെ ചെയ്തെന്നുള്ളത് പറഞ്ഞ് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുക. അതിൽ പരീശന്റെ വീട്ടിൽ നടന്ന നൈൽ പട്ടണത്തിലെ പരീശന്റെ വീട്ടിൽ നടന്നതാണ് ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 37-39 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പരീശന്റെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള ഭാഗമാണ് ആദ്യം നടന്ന സംഭവം. അത് യേശുവിന് സംസ്കാര ശുശ്രൂഷ ബന്ധത്തിൽ നടന്ന ശുശ്രൂഷയല്ല. 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാരൊരുത്തൻ തന്നോട് കൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം തീർന്നു. ആ പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണം തിരിക്കുന്ന കറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്ന് പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. അതാണ് 1ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പാപിനിയായ സ്ത്രീയാണ്, വെറുക്കപ്പെട്ടവളാണ്, വരാൻ കഴിയാത്തവളാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കിൽ പിറകിൽ വന്നു നിന്നുകൊണ്ട്, മുമ്പിലല്ല ഏറ്റവും പിറകിൽ വന്നു നിന്നുകൊണ്ട് കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽ കഴുകി കാൽപാദം ചുംബിച്ച് തലമുടി കൊണ്ട് അവൾ തുവർത്തി പരിമള തൈലം യേശുവിൻ്റെ കാൽപാദത്തിൽ പൂശി. കാരണം അവൾ അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചു. ആ ദേശത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരിനെല്ലാം വ്യത്യസ്തനാണ് യേശു എന്നറിയാമായിരുന്നു. കാരണം വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി നിന്ന അവരുടെ മുമ്പിൽ അവളെ മോചിപ്പിച്ചു വിട്ടവനാണ് യേശു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, എത്ര വലിയ പാപം ചെയ്താലും യേശു സ്നേഹമുള്ളവനാണ്. അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് കരഞ്ഞാൽ, അവൻ്റെ കാൽപാദത്തിൽ ഞാൻ ചുംബിച്ചാൽ എൻ്റെ പാപം ക്ഷമിക്കുമെന്നുള്ള വിശ്വാസം അവൾക്കുണ്ടാകുവാനിടയായിരുന്നു. അതുകൊണ്ടാണ് അവൾ പരീക്ഷനെ വിട്ടു. മറ്റൊന്ന്, ഈ പരീക്ഷന് യേശു ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് വേണ്ട ബഹുമാനമൊന്നും കൊടുത്തില്ല. സാധാരണ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കേണ്ടപ്പോൾ സ്വീകരിച്ചില്ല. വെള്ളം കൊടുത്ത് കാല് കഴുകി അതിഥികളെ സ്വീകരിക്കേണ്ട മര്യാദ പ്രകാരം അവൻ സ്വീകരിക്കാതിരുന്നപ്പോൾ യേശു എന്ത് ചെയ്തു? ഈ പറയുന്ന പാവനിയായ സ്ത്രീ അത് വീട്ടിൽ കൊണ്ടുവന്ന് അവളുടെ കണ്ണിൽ കണ്ണുനീർ കൊടുത്തു. യേശുവിൻ്റെ കാല് കഴുകത്തക്കവണ്ണം വെള്ളം അതിനെ ഉണ്ടായിരുന്നു. പരീക്ഷ, നിന്റെ കിണറ്റിൽ കിടന്ന പച്ചവെള്ളത്തിൻ്റെ 1 കപ്പ് വെള്ളം കൊടുത്ത് യേശുവിൻ്റെ കാല് കഴുകുവാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. നീ യേശുവിനെ വിളിച്ചെന്നുള്ളത് ശരിയാ. പക്ഷേ സാധാരണക്കാരനായി തീർന്ന യേശുവിനെ കണ്ടപ്പോൾ ബഹുമാനിക്കാൻ നിനക്ക് തോന്നിയില്ല. കാരണം അവൻ പ്രത്യേക വേഷഭൂഷണങ്ങളില്ല, ഒന്നുമില്ല. അവൻ സാധാരണക്കാരനായി അംഗീകരിച്ച് വേണമെങ്കിൽ നീ കാല് കഴിക്കൂ എന്നുള്ള രീതിയിൽ അവിടെ യേശുവിനെ അവൻ അവഗണിച്ച് കളയുവാനിടയിൽ തീർന്നപ്പോൾ തലയിൽ കണ്ണീരുമായി അവിടെ അവൻ്റെ കാല് കഴുകത്തക്കവണ്ണമുള്ള മാനസാന്തരത്തിൻ്റെ കണ്ണുനീരുമായി ദേശത്ത് പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ കാൽപാദത്തിൻ്റെ അടുക്കൽ കൊണ്ട് പിറകെ നിർത്തി അവൻ്റെ കാലിൽ കണ്ണുനീരൊഴുകി അവൾ എന്ത് ചെയ്തു? ആ തലമുടി കൊണ്ട് തുടച്ച് കാലിൽ ചുംബിച്ച് പരിമളതൈലം പൂശി കാണിച്ചു കൊടുത്ത് യേശു ആരാണെന്ന്, പാപക്ഷമ കൊടുക്കുന്ന യേശുവിനെ സ്നേഹിക്കണം. അധികമായി ക്ഷമിച്ചു കിട്ടുന്നവൻ അധികം സ്നേഹിക്കും. രാത്രിയിലും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി, ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി, യേശു ആരാണെന്നുള്ളത് അവൾ വെളിപ്പെടുത്തി. പാവികളെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന യേശു അവൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞാൽ, മാനസാന്തരപ്പെട്ടാൽ, അവൻ്റെ പാദം ചുംബിച്ചാൽ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാമെന്ന് അവൾക്ക് തിരിച്ചറിവുണ്ടായി. ഇന്ന് രാത്രി ദൈവാത്മാവിൽ പറയുക, വഴി വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഞാൻ വിചാരിക്കുന്നത് സംഗീതത്തിനവൾ വായിച്ചു കാണും. അതേ, ജീവിതയാത്രയിൽ നശിച്ചു പോകാതിരിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, നശിച്ചു പോകാതിരിപ്പാൻ
അവൾ തീരുമാനമെടുത്തു പുത്രനെ ചുംബിക്കണമെന്ന്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ ഞാനും നിങ്ങളും വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ജീവിതത്തിന്റെ പാപ വഴിയിൽ ഞാനും നിങ്ങൾ നശിച്ചു പോകേണ്ടവരായിരുന്നു. എന്നാൽ ആ പാവനിയായ സ്ത്രീക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ, മാനസാന്തരമുണ്ടായപ്പോൾ അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. പുത്രന്റെ കാല് ചുംബിച്ചു. എങ്ങനെയാ ചുംബിച്ചത്? അവന്റെ കാൽപാദത്തിൽ മാനസാന്തരത്തിന് കണ്ണുനീരൊഴുക്കി തലമുടി കൊണ്ട് തുടച്ച് അവനെ പരിമള തൈലം പൂശി അവന് ചുംബനം കൊടുത്തുകൊണ്ട് ആ ചുംബിച്ചപ്പോൾ അവൾക്ക് ജീവിതയാത്രയിൽ ജീവിതത്തിൽ നിത്യജീവനിലേക്കുള്ള യാത്രയാക്കി മാറ്റി അവിടെ പാപം ക്ഷമിച്ചതുപോലെ ഇന്ന് രാത്രിയിലും പുത്രനെ ചുംബിക്കണം. അതായത് നമുക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ സൗരഭ്യവാസന കൊണ്ട് പുത്രന്റെ കാൽപാദം ചുംബിക്കുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് നമുക്ക് ആഹ്വാനം നൽകുക. കരഞ്ഞ് ദിവസങ്ങളിൽ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ കഴിയുമെങ്കിൽ ദിവസങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുക. ഈ വർഷക്കാലം ദൈവാത്മാവിന് ആത്മാവിൽ ദൂത് പറയുക. എല്ലാം ഉണ്ടെന്നും തികഞ്ഞെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടിയത്. ദിവസത്തിൽ കുറവുകളെ കണ്ടെത്തിക്കൊണ്ട് ദിവസങ്ങളിൽ അവന്റെ പാദത്തെങ്കിൽ കരയുവാൻ ദൈവജനം ഒരുങ്ങണമെന്നും ഈ രാത്രി ദൈവാത്മാ ഞാൻ ദൂത് പറയുക. ഞാൻ നിങ്ങളും ദിവസങ്ങളെല്ലാം പ്രാപിച്ചെന്നോ തികഞ്ഞെന്നോ ഉള്ള കാഴ്ചപ്പാട് ഇരിപ്പാൻ ഇടയാകരുത്. അവന്റെ കാൽപ്പാദത്തിൽ ഇരിക്കാൻ കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളെ നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രി എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? ആ പാവനിയായ സ്ത്രീയുടെ അവൾ ആത്മാർത്ഥമായ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് വെള്ളം വേണ്ടി വന്നില്ല യേശുവിന്റെ കാല് കഴുകുവാൻ. എന്നാൽ പരീശൻ അവിടെ നോക്കി നിന്നവൻ, അവന് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞില്ല. അവന്റെ കിണറ്റിലുള്ള ഒരു കോരി വെച്ചിരുന്ന, ദൈവം ഉണ്ടാക്കി വെച്ചിരുന്ന വെള്ളത്തിന്റെ ഒരു ഒരു മഗ് വെള്ളം പോലും, ഒരു കപ്പ് വെള്ളം പോലും കൊടുക്കുവാൻ തയ്യാറാകാൻ നിന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ പാവം നിലനിൽക്കുവാൻ ഇടയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ദിവസങ്ങൾ അവരുടെ പാരമ്പര്യം പറയുവാൻ കാണും, പലതും പറയാൻ കാണും. രാത്രി നമുക്ക് കരയാം, ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്നതിനായി സ്തോത്രം. നിന്റെ കാൽപാദം ഞാൻ ചുംബിക്കുകയാണ്. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി, ജീവിതയാത്ര നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി രാത്രി നമുക്ക് പുത്രന്റെ പാദം ചുംബിപ്പാനിടയായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് കൊള്ളണം. കാരണം നാളെ ഒരു സംശയമോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് എടുത്ത് പഠിപ്പിക്കുന്നത്. ലാസറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ലാസറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് നമുക്ക് അറിയാം. ഈ ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ 6 ദിവസം മുമ്പ് യേശു അവിടെ എത്തിയപ്പോൾ നടന്ന സംഭവമാണിത്. അതും ഈ രണ്ടാമത്തെ സംഭവവും നമ്മൾ പഠിക്കുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് 3 സംഭവമാണെന്ന്, അത് മൂന്ന് സന്ദർഭങ്ങളായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ യേശുവിന്റെ കാൽപാദത്തെങ്കിൽ തൈലം പൂശിയതിനെ കുറിച്ച് 2 പ്രാവശ്യവും, യേശുവിന്റെ തലയിൽ ഈ അഭിഷേക തൈലം ഒഴിച്ചത് അല്ലെങ്കിൽ പരിമള തൈലം ഒഴിച്ച് 1 പ്രാവശ്യമാകും. അത് ചെയ്തത് ഒന്ന് പരീശനായിരിക്കുന്ന ശിമോന്റെ വീട്ടിൽ വെച്ച് നടത്തിയത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശുവിന്റെ ആ പാവനിയായ സ്ത്രീ വന്ന് അവൾ യേശുവിന്റെ കാൽപാദം ചുംബിച്ചത്, അഭിഷേകം നിൽക്കുന്നത്, അത് അവളുടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയുള്ള യേശു പാപത്തെ മാറ്റി സൗരഭ്യമുള്ളവനാണ്. അവളുടെ ജീവിതത്തിൽ അതുവരെയും നാറുന്ന അല്ലെങ്കിൽ നാറ്റം വെച്ച അവസ്ഥയായിരുന്നു. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവളുടെ കയ്യിൽ കരുതിയിരുന്നത് പരിമള തൈലമായിരുന്നു. രാത്രി എത്രവയ്ക്ക് ദൂത് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനും നിങ്ങൾ ഭാവികളായിരുന്നു, നാറ്റം വെച്ചവരായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സൗരഭ്യം ഉണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും കരുതി വെച്ച സൗരഭ്യമായി തീരുവാൻ കഴിയും. ലോകമെന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് പ്രത്യേകമായിരിക്കുന്നു ജീവന്റെ വാസന, സൗരഭ്യവാസനയുണ്ട്. അതാണ് ആദ്യത്തേത് വെളിപ്പെടുത്തതെങ്കിൽ. രണ്ടാമതായി കാണാൻ സാധിക്കുന്നത്, പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു വരുമ്പോൾ അവന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്ന് ശുശ്രൂഷിക്കുന്ന മറിയയാണ് കാണുന്നത്. മറിയ മറ്റൊന്നും ചെയ്തില്ല. അവൾ കരുതി വെച്ചിരുന്ന സ്വച്ഛ ജഡമാംസി തൈലം എടുത്ത് അന്ന് യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇവിടെ കണ്ണുനീർ ഉപയോഗിച്ചില്ല. അപ്പോൾ യേശു ഈ അത്താഴത്തിൽ വന്നപ്പോൾ അവിടെ കാല് കഴുകാനൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ട്. കാരണം ലാസറിന്റെ വീടാ.
ഏറ്റവും അഭിമാനകരമായി യേശുവിനെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന വീട്. അവിടെ കാല് കഴുകേണ്ട ആവശ്യം വന്നില്ല. എന്നാൽ യേശുവിൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് ഈ മറിയ, ലാസറിന്റെ സഹോദരിയായിരിക്കുന്ന മറിയ, അവന്റെ ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി എന്ന് പറഞ്ഞാൽ അത് ഒഴുകിപ്പോകാത്ത രീതിയിൽ അത് തുവർത്തി യേശുവിൻ്റെ കാലിൽ ഒഴിച്ച ആ ആ അതിൻ്റെ ആ തൈലത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും അവളുടെ തലമുടി കൊണ്ട് ഒപ്പിയെടുത്തെന്ന് രാത്രിയിൽ മനസ്സിലായി. രണ്ട് കാര്യമാണ്. ഒന്ന്, ആ പാവനിയായ സ്ത്രീ ചെയ്ത് വെള്ളം അവള് കണ്ണുനീർ കൊണ്ട് അവൾ എന്ത് ചെയ്തു? കരഞ്ഞ് കാല് കഴുകി തലമുടി കൊണ്ട് യേശുവിൻ്റെ കാൽപാദം തുവർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ സദ്യക്ക് വന്നിരിക്കുന്ന, ലാസറിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന യേശുവിൻ്റെ കാൽപാദത്തെങ്കിൽ കഴുകാനുള്ള വെള്ളം കൊടുത്ത് തുവർത്തിയ ശേഷം വന്നിരിക്കുന്ന, അത് അവൻ്റെ പ്രമാണമനുസരിച്ചാണ് വന്നിരിക്കുന്നത്, യഹൂദന്റെ പ്രമാണമനുസരിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് മറ്റൊരു ശുശ്രൂഷയ. യേശുവിൻ്റെ കാൽപാദത്തിൽ അവൾ എന്ത് ചെയ്തു? തൈലം പൂശി. ആ ഒഴുകിപ്പോകുന്ന തൈലം അവിടെ തലമുടിമേൽ അവൾ എന്ത് ചെയ്തു? അഭിഷേകമായി സ്വീകരിച്ചെന്ന് രാത്രിയിൽ ദൂത് മനസ്സിലാക്കണം. യേശുവിൻ്റെ കാൽപാദത്തിൽ വന്നിരുന്ന് അവൾ എന്ത് ചെയ്തു? കാലിൽ തൈലം പൂശി. ആ ഒഴുകിപ്പോകുന്ന തൈലം അവൾ വെറുതാവാക്കി കളയാതെ അത് മുഴുവനും അവളുടെ തലമുടി കൊണ്ട് തുവർത്തി അവൾ എടുത്തു. അത് നഷ്ടപ്പെട്ടു പോകുവാൻ അവൾ സമ്മതിച്ചില്ല. ക്രിസ്തുവിൻ്റെ കാലിൽ പൂശിയ തൈലത്തിൻ്റെ ബാക്കി ഭാഗം അവൾ എന്ത് ചെയ്തു? അവളുടെ തലയിൽ അത് വഹിപ്പാനായിട്ട് ഇടയാക്കുന്നു. അത്രമാത്രം സ്നേഹം മറിയയ്ക്കുണ്ടായിരുന്നു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കണം. അവനെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കണം. അവന് കൊടുക്കേണ്ട സകല മഹത്വം കൊടുക്കുവാൻ രാത്രി ദൈവാത്മാ നമുക്ക് ബോധം ഒട്ടും നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അത് ക്രിസ്തുവിൻ്റെ കാലിൽ പൂശിയതാണ്. അതുകൊണ്ട് അവളത് തലമുടി കൊണ്ട് തുവർത്തി എടുക്കുകയും സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയാത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല ഇവിടെ പറഞ്ഞത്. ചെറിയൊരു കാര്യമല്ല. ഈ ഇസ്കരിയാത്ത് യൂദ ഭയങ്കര കണക്കൂട്ടം എടുക്കനാ. നോക്കിയപ്പോൾ ഇതിന് ഏകദേശം 300 ഒരു റാത്തൽ. അന്നത്തെ പരിമള തൈലത്തിന്റെ വില ഏകദേശം 300 റാത്തൽ എന്ന് പറഞ്ഞാൽ ഒരു വേലക്കാരൻ ഒരു വർഷം വേല ചെയ്താൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമ്പാദ്യമാണ് 300 വെള്ളിക്കാശ്. കാരണം അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമാണ് തെളിവുണ്ട്. കാരണം നമുക്ക് മത്തായി സുവിശേഷം 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂലി പറഞ്ഞു വെക്കുന്ന 1 വെള്ളിക്കാശ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 1 വെള്ളിക്കാശ്, അപ്പോൾ 1 വെള്ളിക്കാശ് ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശാണ്. അപ്പോൾ ഏകദേശം 26 ദിവസം ഒരു മാസത്തിൽ ജോലി ചെയ്യും. യഹൂദനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ജോലി ചെയ്യും. ഒരു ദിവസം സ്വസ്ഥതയാണ്. അപ്പോൾ ഒരു വർഷം ഒരു മാസം ഉണ്ടെങ്കിൽ 25-26 ദിവസം ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 26 വെള്ളിക്കാശ് അവൻ സമ്പാദിക്കാം ഒരു ദിവസം. അങ്ങനെ സമ്പാദിച്ചാൽ 12 മാസമാകുമ്പോൾ ഏകദേശം 300 വെള്ളിക്കാശ് അവൻ സമ്പാദിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഒരു വാർഷിക വരുമാനമാണ്. ഒരു യഹൂദന്റെ അന്നത്തെ കൂലി വെച്ചുള്ള കണക്കൂട്ടുമ്പോൾ, അന്നത്തെ കൂലി വെച്ച് കണക്കൂട്ടിയാൽ 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ അത് ഒരു വർഷത്തെ സമ്പാദ്യമാണ്. ഈ ഒരു വർഷത്തെ സമ്പാദ്യമാണ് ഇവൾ കരുതി വെച്ചത്. ചെറിയ കാര്യമല്ല. ഒരു ദിവസത്തെ കൂലിയല്ല. അതായത് ഏകദേശം 300 ദിവസത്തെ വേല. ഇപ്പം 301 ദിവസം 60 ദിവസം ശബത്തൊക്കെ അങ്ങ് പോയി. ബാക്കിയുള്ള 300 ദിവസം വേല ചെയ്താൽ കിട്ടുന്ന കൂലിയാണ് ഇവൾ അവിടെ കരുതി വെച്ചിരുന്നത്. അതാണ് ഇവൾ കണക്കൂട്ടി നോക്കിയപ്പോൾ ഒരു വർഷം ജോലി ചെയ്താൽ കിട്ടുന്ന സമ്പാദ്യം മുഴുവനും ഇങ്ങനെ ഒഴുക്കി കളയണമോ എന്നുള്ളതാണ് അവൾ ചിന്തിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട്, ഒരു മാസത്തെ ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല. ഓട്ടോ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നും വരത്തില്ല. സ്തോത്രം. ലോകം പറയും മണ്ടത്തരമാണെന്ന്. ദിവസങ്ങളിൽ ദൈവാത്മാവിൽ നമുക്ക് പറയാം, കർത്താവെ, നീ തരുന്നതെന്ന് ശേഖരിച്ചു വെച്ച് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി സേവ ചെയ്യുവാൻ, സുവിശേഷത്തിൽ വ്യാപരിക്കുവാൻ വേണ്ടി എനിക്ക് കരുതാൻ കഴിയുന്ന, കരുതുവാൻ വേണ്ടിയുള്ള
ഒരു ദൂത് കൂടി മറിഞ്ഞിരിപ്പുണ്ട്. ഇവൾ യേശുവിനെ പരിചയപ്പെട്ട അന്ന് മുതൽ ഇവൾ സമ്പാദിച്ചു വെച്ചു. ഈ പറയുന്നത് മാത്രമല്ല, അവൾ വീണ്ടും സമ്പാദിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ അവൻ്റെ കാല് പൂശുക ചെയ്തെങ്കിൽ അന്ന് 300 വെള്ളിക്കാശാണ് കണക്കൂട്ടിയെങ്കിൽ മറ്റൊരു 300 വെള്ളിക്കാശിന്റെ ഭരണി കൂടി അവൾ കരുതി വെച്ചിരുന്നു. അതേക്കുറിച്ചാണ് തുറന്നുള്ള ഭാഗം പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. ദൈവം വീണ്ടും ആവർത്തിച്ച് നമ്മൾ 3 സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഇവൾ ചെയ്തു. അങ്ങനെ ചെയ്ത ശേഷം ഇത് കണക്കൂട്ടിയപ്പോൾ 300 വെള്ളിക്കാശാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇത് അങ്ങനെ അവിടെ ഇടർച്ചയുണ്ടായപ്പോൾ യേശുവോ അവളെ വിടുക, ശവസ്കാരത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രമാജ്ഞകം അവൾ സൂക്ഷിച്ചു എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ ചെയ്തത് മാത്രമല്ല, അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് കൂടിയാണ് കഥ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശവസ്കാര അത് പറഞ്ഞത് യേശു അവളെ വിടുക, എൻ്റെ ശവസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു എൻ്റെ ശവസ്കാരത്തിനുള്ള സൂക്ഷിപ്പായി അതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം 300 വെള്ളിക്കാശമുള്ള ആ ഒരു റാത്തൽ പരിമള തൈലം അവിടെ പൊട്ടിച്ച് കാലിലൊഴിച്ച് അവിടെ ആ ശുശ്രൂഷ ചെയ്ത ശേഷമായി ഇതുകൊണ്ട് തീർന്നു പോയില്ല മറിയുടെ ശുശ്രൂഷ എന്നാണ് തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് പഠിക്കാൻ സാധിക്കുന്നത് മത്തായി സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളുമാണ്. അത് 2 സന്ദർഭങ്ങളാണ്. വായിച്ച് ഞാൻ കേൾപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ ബേഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛമാംസ തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ ഈ തൈലത്തിൻ്റെ ഈ വെറും ചെലവ് എന്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏകദേശം ഇതേ തുല്യമായിട്ടുള്ള, പക്ഷെ ഇവിടെ തലയിലാണ് ഒഴിക്കുന്നത്. എന്നാ ഒഴിച്ചെന്നുള്ളത് മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. മത്തായി 26-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മത്തായി 26-ാം അധ്യായം 6-ാം അധ്യായം, യേശു ബേഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടി വായിക്കാം. 26-ാം അധ്യായം 1. ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തരുന്ന ശേഷം യേശു ശിഷ്യന്മാരോട് 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു എന്ന് നിങ്ങൾക്കറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരുമായി പുരോഹിതൻ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ വായത്താൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തെ കലകൊണ്ടായിരിക്കാൻ പെരുന്നാളായിരുന്നെന്ന് പറഞ്ഞു. യേശു ബേഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ, അപ്പോൾ ലാസറിന്റെ വീട്ടിൽ നടന്ന അത്താഴത്തിൽ പെസഹയ്ക്ക് 6 ദിവസം മുമ്പാണ് നടക്കുന്നതെങ്കിൽ ഈ യേശു ബേഥാനിയിലെ കുഷ്ഠരോഗിയായിരുന്ന ആ നേരത്തെ അവൻ കുഷ്ഠരോഗികൾക്ക് ഒരിക്കലും പൊതുസമൂഹത്തിൽ വരാൻ കഴിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിനാൽ കുഷ്ഠരോഗം സൗഖ്യം പ്രാപിച്ചു ആ ദിവസങ്ങളിൽ. ഞാൻ വിശ്വസിക്കുന്നത് ആ പന്തിരുന്ന് കർത്താവ് അവിടെ ബേഥാനിയിൽ വന്ന സമയത്ത് തന്നെ അനേകർ പിന്നെ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗിയായിരുന്ന ആ ഒരുവനായിരുന്നു ശിമോൻ. അവന് സമ്പത്തുള്ളവനായിരുന്നു, കുഷ്ഠരോഗിയായിരുന്നു. സൗഖ്യം പ്രാപിച്ചെങ്കിൽ മാത്രമേ എല്ലാവരും കൂടെ പന്തിക്കിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ മരിച്ചുപോയ ലാസറിന്റെ കൂടെ പന്തിയിരുന്നെങ്കിൽ പാപമാകുന്ന കുഷ്ഠത്തിന് കാരണമായിട്ടുന്ന എല്ലാവരും അകന്നിരുന്നതായിരിക്കുന്ന ബേഥാനിയിലെ കുഷ്ഠരോഗിയായ വീട്ടിൽ യേശു ചെല്ലുന്നത് പെസഹയ്ക്ക് 2 ദിവസം മുമ്പാണ്. ഞാൻ പറഞ്ഞ 3 സന്ദർഭം. ഒന്ന്, പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽ കണ്ണുനീർ കൊണ്ട് കഴുകി അവൻ്റെ പാദം ചുംബിച്ച് പുത്രനെ ചുംബിച്ച് പാപമോചനം പ്രാപിക്കുന്നത്. യേശു അവളുടെ പാവങ്ങളെ ക്ഷമിച്ചു കൊടുത്തു. വഴി വെച്ച് നശിച്ചുപോകാതിരിക്കാൻ വേണ്ടി അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ചു. രണ്ടാമത്തെ സന്ദർഭം ബേഥാനിയിലെ ലാസറിന്റെ വീട്ടിലാണ്. അത് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് നടന്ന അത്താഴമാണ്. എന്നാൽ പെസഹയ്ക്ക് 2 ദിവസം മുമ്പ്, അവൻ്റെ മരണത്തിന് മുമ്പായി 2 ദിവസം മുമ്പ് ഇതേ മറിയ തന്നെ കഥാപാത്രൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അത് അവൻ്റെ തലയിൽ ഒഴിച്ചതാണ്. 3 സന്ദർഭം. ഇന്ന് രാത്രിയിൽ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാൽപാദത്തെ അവൾ പരിമള തൈലം കൊണ്ട് പൂശിയെങ്കിൽ മറ്റൊരു പണ്ട് തൈലം ഒരു വെച്ചിട്ടായിരുന്നു അവൻ്റെ തലയിൽ ഒഴിക്കാൻ വേണ്ടി. യേശുവിൻ്റെ അടുക്കൽ വചനം പഠിച്ചുകൊണ്ട് അവൾക്കറിയാമായിരുന്നു യേശു മരിക്കുമെന്ന്. മരിക്കുന്നതിന് മുമ്പ് കാലിൽ പൂശണം. അവൻ്റെ തലയിൽ ഒഴിച്ചവനെ മൊത്തമായി അവനെ ആ പരിമള തൈലം കൊണ്ട് പൂശി മരണത്തിന് വേണ്ടി അവനെ ഒടുക്കിയെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് മറിയ ചെയ്തത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇവളുടെ ഈ ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തത് ലോകത്തിൽ സുവിശേഷം അറിയിക്കുന്നിടത്തൊക്കെയും ഇവളെക്കുറിച്ച് സംസാരിക്കുന്ന പറഞ്ഞത്. അവൾ മറ്റുള്ളവരത്
നിസ്സാരമായി കണക്കാക്കി, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വേസ്റ്റാക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, സുവിശേഷത്തിലൂടെ എനിക്ക് വേണ്ടി ചെലവഴിക്കുന്നതൊന്നും വൃതാവാകുകയില്ല, അത് പരസ്യമായി തരുന്നത്, അത് അത് പ്രയോജനമുള്ളതാണ്. കാരണം മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തൊരു ശുശ്രൂഷ ചെയ്യുവാൻ മറിയെ ദൈവം ഉപയോഗിപ്പാടെ തീർന്നു. ഈ 3 സന്ദർഭങ്ങൾ നിങ്ങളിന്ന് വായിച്ചു നോക്കുക. ഈ സംശയമുണ്ടെങ്കിൽ അതുമായി കടന്നു വരാം. ഇന്ന് രാത്രി ദൈവം തന്നിരിക്കുന്ന ദൂതിനെ വിരാമിട്ടുകൊണ്ട് ഞാൻ ഒന്നിച്ച് നമുക്ക് ദൈവസ്ഥനെ ഏൽപ്പിക്കാൻ. കഥാവെ, ദിവസങ്ങൾ വഴി വെച്ച് നശിച്ചു പോകാതിരിക്കാൻ ഞങ്ങൾ അങ്ങയുടെ പാദം ചുംബിക്കുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സൗരഭ്യവാസനയായിരിക്കുന്ന സ്തുതിസ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ സന്നിധി ജീവന്റെ വാസന പ്രാപിച്ചവരായി അവന്റെ പാദം ചുംബിക്കാം. അതുപോലെ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച മറിയ, അവൾ യേശുവിന് വേണ്ടി ചെയ്തത് അവളുടെ സമ്പാദ്യമെല്ലാം അവൾ കർത്താവിന്റെ കാൽപാദത്തിൽ വയ്ക്കുവാൻ എത്തുന്നത് മാത്രമല്ല, അവൾ അവൾ യേശുവിൻ്റെ ആ ആ സുവിശേഷത്തിന്റെ മുന്നോടിയായി, യേശു മരിച്ചടക്കമുള്ള ഉയർത്തെഴുന്നേൽക്കുന്ന മുന്നോടിയായി അവൾ തന്നാൽ ആവുന്നത് ചെയ്തതുപോലെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ആവോളം ചെയ്യുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കാൽക്കൽ നമുക്കുള്ളത് ഏൽപ്പിക്കാം. ദിവസങ്ങളിൽ ആ സുവിശേഷത്തിന് വേണ്ടി നമ്മളാൽ ആവോളം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വചന സൂക്ഷിക്ക് വിരാമിടുന്നു. ദൈവമായി കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.